ഇവിടെ ഗുരുവായൂർ പെരുമ വെടിവട്ടം എന്ന ഒരു പരിപാടി നടത്താറുണ്ട്. അപ്പൊ ആ ഗുരുവായൂർ പെരുമയിൽ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരിന്റെ ചരിത്രവും ഓർമ്മകളും ഒക്കെ പങ്കുവെക്കുക എന്നുള്ളതാണ്. വെടിവെട്ടം എന്ന് പറഞ്ഞാൽ അതൊരു തമാശ, ഇതൊക്കെ സ്വാമി കുറെ തമാശകൾ പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മുക്കും. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തരികയാണ്. ജാക്സ് സാറ് മുക്കാൻ കൊണ്ടുവരും, എല്ലാവരും മുക്കി തമാശകളൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു പരിപാടിയാണ്. ഗുരുവായൂരിൽ പണ്ട് നടന്ന കാര്യങ്ങൾ, അതിലെ തമാശകൾ ഒക്കെ പറഞ്ഞ് തീരുന്ന ഒരു പരിപാടിയാണ് ഗുരുവായൂർ പെരുമ വെടിവട്ടം. ഇതാണ് എൻ്റെ പരിപാടിയുടെ പേര്. അപ്പോൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കും. ഗുരുവായൂർ എങ്ങനെയായിരുന്നു, ഗുരുവായൂരിൽ മുമ്പുണ്ടായിരുന്ന ചരിത്രം എന്താണ്, ഗുരുവായൂർ നടന്ന പരിപാടികൾ. ഇപ്പോൾ ഒന്ന് നമുക്ക് ആരാധനായ രാധാകൃഷ്ണ മാഷാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മാഷയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലഘട്ടത്തെ ചരിത്രവും ഓർമ്മകളും അറിയുന്നതും ഗുരുസാബിയെ പോലെ തന്നെ ഓർമ്മയിൽ നിന്ന് പറയാൻ കഴിവുള്ളൊരു വ്യക്തിത്വമാണ്. നമ്മുടെയൊക്കെ ഗുരുനാഥൻ എന്ന നിലയിലും ഗുരുവായൂരിൻ്റെ ഗുരുനാഥൻ എന്ന നിലയിലുമൊക്കെ മാഷ് നമുക്ക് ഇത്തരം ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. അപ്പോൾ ഗുരുവായൂരിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ഹിന്ദുമത സാംസ്കാരിക സമ്മേളനമാണ്. അതൊക്കെ സ്വാമി മാഷോട് ചോദിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ ആസൂത്രണം ചെയ്ത് ഗുരുവായൂർ പെരുമ എന്ന പരിപാടിയിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി രാധാകൃഷ്ണ മാസ്റ്റർ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ആരാധനായ ഗുരുസ്വാമി മാഷക്കുള്ള ഓർമ്മകൾ പറയാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കണം. അങ്ങനെ മാഷക്കുള്ള ഓർമ്മകൾ പങ്കുവെക്കുക. അതിന്റെ ഇടയിൽ ഒന്ന് സ്വാമി ഓർമ്മിപ്പിക്കും. പിന്നെ ചൊവ്വലൂർ ഉണ്ണീഷൻ ആണ്. അദ്ദേഹത്തെയും മാത്രമല്ല എല്ലാ പൈതൃകമാരും സ്നേഹത്തോടുകൂടി സഹായം ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് ഗുരുസ്വാമിയെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കും. നമ്മള് വളരെ ഏറെ ദിവസങ്ങളായി പ്രതീക്ഷിക്കുന്ന, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രാധാകൃഷ്ണൻ മാഷ് എത്തിയിരിക്കുകയാണ്. ഗുരുവായൂരിന്റെ അക്ഷരപുണ്യമായ രാധാകൃഷ്ണൻ മാഷ്. അദ്ദേഹത്തെ ഗുരുവായൂരിന് നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരിന്റെ ഗുരുനാഥൻ. അപ്പോൾ അദ്ദേഹം ഇല്ലാത്തൊരു സാംസ്കാരിക ചടങ്ങ് ഗുരുവായൂരിൽ ഉണ്ടാവും സംശയം. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഒരുപാടുണ്ട്, അറിവുകൾ, അനുഭവങ്ങൾ. അപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിന് മാക്സിമം കിട്ടാവുന്നിടത്തോളം അത്ര അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. എന്നാലും എന്താ മാഷ് വളരെ തിരക്കുള്ള ആളാണ്, നമുക്കൊക്കെ അറിയാം. ഒരുപാട് ഈ ഗുരുവായൂരിലെ പരിസരത്തുള്ള മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസം പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. മാഷയ്ക്ക് മിക്ക ദിവസങ്ങളിലും ഓരോ സ്ഥലത്ത് പ്രഭാഷണമുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള സമയം അദ്ദേഹത്തിനോട് പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് നമുക്കൊരു സന്തോഷത്തോടു കൂടി ഇവിടെ നമുക്ക് മാഷെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി മാഷെ ഇതിലേക്ക് വളരെ ബഹുമാനത്തോടു കൂടി മാഷെ സാദരം ക്ഷണിക്കുന്നു. ഗുരുവായൂർക്കാരനല്ല എന്നുള്ളതാണ്. ഞാൻ ഗുരുവായൂരിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു 4 നാഴിക അപ്പുറത്ത് കാക്കശ്ശേരി എന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂർ വരുന്നത് ഏതാണ്ട് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെ കൂടെ ഗുരുവായൂർ ഏകാദശിക്കാണ് വരാറ്. അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഗുരുവായൂർ ഏകാദശിക്ക് വരാറുണ്ട്. അച്ഛനാണ് കൊണ്ടുവരാറുള്ളത്. അപ്പം അത് അച്ഛനാണെങ്കിൽ ഈ ഉളനാട്ട് ഒരു തറവാടൊന്ന് കേട്ടിട്ടുണ്ടാവുന്നുണ്ട്. ഉളനാട്ട് പഠിച്ച് കേട്ടിട്ടുണ്ടാവാം. ആ ഉളനാട്ട് വലിയൊരു എസ്റ്റേറ്റ് ഉള്ളതൊക്കെയാണ് ഈ ഉളനാട്ട് തറവാട്. അവിടെ ഹെഡ് കാര്യസ്ഥനായിട്ട് കിടുവത്ത് കൃഷ്ണൻ നായരുന്നു. കിടുവത്ത് കൃഷ്ണൻ നായർ ആളെ കേട്ടിട്ടുണ്ടോ? CG നായർ അച്ഛൻ. അദ്ദേഹമാണ് ആ എസ്റ്റേറ്റിന്റെ പൊതുവായിരുന്ന ബിൽഡിംഗ് അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ്. സത്രത്തിന് നേരെ മുമ്പിലുള്ള വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ പഴയ. അത് അപ്പോൾ ഉൾനാട്ട് പഠിക്കുന്നവർക്ക് ഒരു പൂശോത്ത് മാളികയുണ്ട് ഗുരുവായൂർ കിഴക്കേ നടക്കില്ല. മംഗല്യ നഗരം തല പൂശോത്ത് മാളിക. അപ്പം ഞങ്ങൾ വന്നാൽ അച്ഛൻ ഈ വ്യവഹാര കാര്യസ്ഥനാണ്. ഉൾനാട്ട് മൂത്തപടിക്കരുടെ
ഈ വ്യവഹാരങ്ങൾ കോടതി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് അച്ഛൻ എന്നുള്ളതുകൊണ്ട് അച്ഛന് ഈ പൂശോത്ത് മാളികയിൽ സ്വാധീനമുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അവിടെ ഞങ്ങൾ കൂടും, ഏകാദശിയൊക്കെ ഒന്ന് കാണും. അപ്പൊ ആകെ അവിടെ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ളത് എന്താ വെച്ചാൽ കുറെ കൽച്ചട്ടികളൊക്കെ വയ്ക്കാം. അതായത് ഗുരുവായൂരിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ചന്ത പോലെയാണ് ആ ഗുരുവായൂർ ഏകാദശി അത് കണക്കാക്കാറുള്ളത്. അത് ശ്രീരാമവിലാസം പ്രസിന്റെ പുസ്തകത്തിന്റെ ഒരു ഇതുണ്ടാവും, ഷോറൂം ഉണ്ടാവും. എന്നൊക്കെ ഷോറൂം വാക്കൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ വിദ്യാരംഭം ബുക്ക് ഡിപ്പോയിൽ ഉണ്ടാവുന്ന ഒരു ഓർമ്മയുണ്ട്. പിന്നെ കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന ARP പ്രസ് ഉണ്ട്, അക്ഷര രത്നദീപം ദീപിക, അക്ഷര രത്ന ദീപിക എന്നാണ് ആ പ്രസിന്റെ പേര്, ARP പ്രസ്. അവരുടെ പുസ്തകങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചുണ്ടു ചുവന്നുള്ള രാമായണമൊക്കെ കാണുന്നത്. ചുണ്ടു ചുവന്ന രാമായണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലോ. ഈ സൈഡിൽ ഇങ്ങനെ ചോപ്പൊക്കെ അടിച്ചിട്ടുള്ള ഈ ARPയുടെ രാമായണം, അതുപോലെ ശ്രീരാമവിലാസത്തിന്റെ രാമായണം ഒക്കെ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ ഏകാദശിയോട് ചേർന്നിട്ടുള്ള അനുഭവമാണ്. പിന്നീട് ഞാൻ 1964 ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ അധ്യാപകനായിട്ട് വരുന്നത്, ഗുരുവായൂർ വരുന്നത്. അപ്പോഴാണ് കൂടുതൽ ഗുരുവായൂരായിട്ട് അടുക്കാനുള്ളൊരു സാഹചര്യമാണ്. അന്ന് ഈ ഉത്സവകാലത്ത് ഈ മേളമൊക്കെ ഉണ്ടാകുമ്പോ ആ മേളം ജഡ്ജ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് എൻ്റെ സ്കൂളിൽ ഒരു കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. ആ മാഷ് ഉത്സവകാലത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് അമ്പലത്തേക്ക് പോകും. എന്നോട് പറയും, ഞാനിപ്പോൾ മേളം ജഡ്ജ് ചെയ്യാനാണ് പോണത് എന്ന് പറയാറുണ്ട്. അങ്ങനെ പോയി മേളം ജഡ്ജ് ചെയ്ത് മടങ്ങി വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് മേളം കേൾക്കാൻ ഞങ്ങളൊക്കെ പോകാറുണ്ട്. അന്ന് ഇത്ര തിരക്ക് എന്ന് പറഞ്ഞൊന്നും യാതൊന്നും ഇല്ലാത്തൊരു കാലാണ്. തിരക്കൊന്നും ഇല്ല. 1964-65 ഇന്ന് കാണുന്ന രീതിയിലുള്ള യാതൊരു തിരക്കുമില്ല. കിഴക്കേ നട ഇത്രയേറെ ഒന്നും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല. പടിഞ്ഞാറ് നടയാണ് താരതമ്യേന അഭിവൃദ്ധി ഉണ്ടായിരുന്നത് തോന്നുന്നുണ്ട്. ഹൈദ്രോസ് കുട്ടിയുടെ പീടിക, PM ഹൈദ്രോസ് കുട്ടിയുടെ പീടികയുണ്ട്. അങ്ങനെ ചിലതൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്. പിന്നെ വീതിക്കിഴിക്കാരുടെ ഹോട്ടല്, അങ്ങനെ കുറെ സംഗതികളൊക്കെ ഉള്ളത് ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ കിഴക്കേ നടക്കില്ലേ, ഞാനൊക്കെ കണ്ടിട്ടില്ല എന്ന് പറയാം, ഒരു സംസ്കൃത സ്കൂളുണ്ടായിരുന്നു ഗുരുവായൂർ കിഴക്കേ നടക്കില്. ഇപ്പോൾ ഈ സത്രം ഒക്കെ നിൽക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ആയിട്ട് പഴയ സത്രത്തിന്റെ ബിൽഡിംഗ് ഇല്ല, ഗാന്ധി സ്റ്റോറൊക്കെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തുള്ള ബിൽഡിംഗ്. ആ ബിൽഡിങ്ങില് ഒരു സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നു. അത് എൻട്രൻസ് വരെയാണ് ആ സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നത്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ സംസ്കൃത പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ ലെവലാണ്. അപ്പൊ ഒരു SSLC പോലെയാണ് കണക്കാക്കാറ്. ആ എൻട്രൻസ് സ്കൂളിൽ അധ്യാപകനായിരുന്ന ആ എൻട്രൻസ് സ്കൂൾ അബോളിഷ് ചെയ്ത് പോയി. അബോളിഷ് ചെയ്യുക വെച്ചാൽ അങ്ങനെയല്ല, അല്ല എൻട്രൻസ് സ്കൂള് ഓറിയന്റൽ സാൻസ്ക്രിറ്റ് സ്കൂളായി. പിന്നെ എന്നിട്ട് നമ്മുടെ കോലോത്ത പറമ്പില് ആണ് ആ സ്കൂൾ വരുന്നത്, ഓറിയന്റൽ സാൻസ്ക്രിറ്റ് സ്കൂളായിട്ട്. 1952 തോന്നുന്നത് ഇപ്പോൾ ഹൈസ്കൂൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിരുന്നു. അതുണ്ടാക്കി ആളുടെ പേര് ബാലകൃഷ്ണൻ അല്ല, IP രാമൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 52 ആ ബിൽഡിംഗ് വരുന്നത്. ആ ബിൽഡിങ്ങിലേക്ക് പിന്നീട് ഓറിയന്റൽ ഹൈസ്കൂള് അവിടേക്ക് ആക്കുമ്പോഴേക്കും എന്തായെന്ന് അറിയോ, ഹൈസ്കൂളായി മാറി. ഓറിയന്റൽ എന്നുള്ളത് എടുത്തു പോയി, ഒരു ഹൈസ്കൂളായി. അപ്പൊ ഞാൻ ആ ഹൈസ്കൂളിന്റെ കഥയല്ല എനിക്ക് പറയാനുള്ളത്, സംസ്കൃത സ്കൂളിന്റെ കഥയാണ് പറയാനുള്ളത്. ആ സംസ്കൃത സ്കൂളിൽ അധ്യാപകരായിരുന്ന 2 ആള്, പരമേശ്വര ശർമ്മ, സുബ്രഹ്മണ്യ ശാസ്ത്രി, 2 ആള് ഈ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ അധ്യാപകന്മാരായിട്ടുണ്ടായിരുന്നു. സംസ്കൃത അധ്യാപകന്മാരായിട്ട് എൻ്റെ സഹപ്രവർത്തകന്മാരായിട്ട് ഉണ്ടായിരുന്നു. അന്ന് ആ എൻട്രൻസ് സ്കൂളിൽ പഠിച്ച വളരെ പണ്ഡിതനായിരുന്ന ഒരു ഗുരുവായൂർക്കാരുണ്ട്. ഗുരുവായൂർക്കാർക്ക് ആർക്കും ഇത് ഓർമ്മയുണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക്. മനയത്ത് ശ്രീധര മേനോൻ എന്ന് പറയുന്ന ഡോക്ടർ MS മേനോൻ. മലയാള സാഹിത്യത്തിൽ നിരൂപണ രംഗത്തൊക്കെ പ്രസിദ്ധനായിട്ടുള്ളതാണ് ഡോക്ടർ MS മേനോൻ. അദ്ദേഹത്തിന്റെ വീട് അപ്പാസ് തിയേറ്ററിന്റെ തൊട്ടടുത്താണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു അടിയന്തരക്കാരൻ കൂടിയാണ്, തിരി കൊടുക്കുന്ന അവകാശം കൂടിയാണ്. അദ്ദേഹം ഈ സംസ്കൃതം പഠിച്ചത് എൻട്രൻസ് വരെ ഇവിടെ പഠിച്ചിട്ട് പിന്നെ പാവർട്ടി കോളേജിൽ പോയാണ് പഠിച്ചത്. സംസ്കൃത കോളേജിൽ പോയിട്ട് അദ്ദേഹം സാഹിത്യ ശിരോമണി എന്നുള്ള ബിരുദം നേടി. പിന്നീട് അദ്ദേഹം BOA പാസ്സായി. പിന്നെ അദ്ദേഹം BOA എന്ന് പറഞ്ഞാൽ ഈക്വലൻ്ററി MA ആണ്, ഇന്റഗ്രേറ്റഡ് കോഴ്സാണത്.
അവിടെ MA ആയി. പിന്നെ ഡോക്ടറേറ്റ് എടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ MS മേനോൻ എഴുത്തുകാരനാണ്, സാഹിത്യ നിരൂപകനൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഗുരുവായൂരുകാർക്ക് ആർക്കും അറിയില്ല, അത് ആരും ഒന്നും ഓർമ്മിക്കുക പോലും ചെയ്യാറില്ലാത്ത ഒരാളാണ് ഈ ഡോക്ടർ MS മേനോൻ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. പിന്നെ അവിടെ പഠിച്ച ഏറ്റവും അവസാനത്തെ വിദ്യാർത്ഥി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരിച്ചു. രാമകൃഷ്ണ നമ്പ്യാരുണ്ട് ഒരുമഞ്ഞൂര്. അദ്ദേഹം അവിടെ പഠിച്ച ആളാണ്. 98 വയസ്സ് പ്രായമായിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് കാര്യം. മരിച്ചതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അത് അവിടെ പഠിച്ച അവസാനത്തെ വിദ്യാർത്ഥിയാണ്. അവസാനത്തെ ജീവിച്ചിരിക്കുന്നവരിൽ അവസാനത്തെ വിദ്യാർത്ഥിയാണ്. ആ സംസ്കൃത വിദ്യാലയത്തിന്റെ വാർഷികം ഗംഭീരമായിട്ട് പല കൊല്ലങ്ങളിലും നടന്നിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നടന്നിരുന്നത് പടിഞ്ഞാറ് നടയിലാണ്. വിദ്യാലയം കിഴക്കേ നടയിലാണെങ്കിലും ഈ നടന്നിരുന്നത് പടിഞ്ഞാറ് നടയിലാണ് എന്ന് പറയുന്നു. മഹാകവി വള്ളത്തോൾ വന്നിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു ഒരു പഞ്ചാബ് കേസയ്യർ എന്നാണ് തോന്നുന്നു പേര്, എനിക്ക് കൃത്യം പേര് ഓർമ്മയില്ല. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സാമൂതിരി രാജാവ് വന്നിട്ട് അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കഥകളും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ട്, കേട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. അത് വള്ളത്തോള് ഒരു പ്രശസ്തി പത്രം, ഒരു മംഗളപത്രം, ഈ വിദ്യാലയത്തിനായിട്ട് ഒരു വലിയ മംഗളപത്രം എഴുതിയിട്ട് സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആ മംഗളപത്രം ഈ തിരുവങ്കടത്തുള്ള ഒരു അക്ഷരശ്ലോകക്കാരൻ ഒരാളുണ്ടായിരുന്നു, ഒരു തരകൻ. തരകന്റെ പേര് ചാക്കു തരകൻ. ആ ചാക്കു തരകൻ എൻ്റെ കയ്യിൽ ആ ഒരു പ്രശസ്തി ഉണ്ടായിരുന്നു. വള്ളത്തോൾ സമർപ്പിച്ച ആ പ്രശസ്തി ഉണ്ടായിരുന്നു. അത് ഞാൻ സംഘടിപ്പിച്ചിട്ട് ഭക്തപ്രിയയില് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഏത് കൊല്ലാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ ആ ചരിത്രത്തിന്റെ നിലനിൽക്കാനായിട്ട് ഞാൻ ഭക്തപ്രിയയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഗംഭീരമായ സദസ്സാണ് നടന്നിരുന്നത് പടിഞ്ഞാറ് നടയിൽ എന്ന് കേട്ടിട്ടുണ്ട്. അതിന് പന്തലുകൾ ഉണ്ടായിരുന്നു എന്നും ഒക്കെ ചാക്കോ തരകൻ എന്നോട് വർദ്ധിച്ചു. ചാക്കോ തരകൻ പ്രായമുള്ള ആളാണ്. അദ്ദേഹം എന്നോട് അതൊക്കെ വർദ്ധിച്ചു തരികയുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു സംസ്കൃത വിദ്യാലയം ഇവിടെ ഉണ്ടായിരുന്നു. ആ സംസ്കൃത വിദ്യാലയത്തിന്റെ പരിണാമമാണ് ഇന്ന് കാണുന്ന ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ ഏതാണ്ട് ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ശ്രീകൃഷ്ണ ഹൈസ്കൂളായിട്ട്. അപ്പോൾ ഇത് ഒരു വശം. ഇനി മറ്റൊരു വശം എനിക്ക് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുമത സംസ്കാര സമ്മേളനത്തെ കുറിച്ചിട്ടാണ് അറിയാം. അത് നമ്മുടെ CG നായർ എന്ന ലൈബ്രറിയനാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ മതഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായിട്ട് CG നായരാണ്. തെങ്കാലത്ത് ഗോപാലകൃഷ്ണൻ നായർ എന്നാണ് കൂടുതൽ പേര്. അദ്ദേഹം സംസ്കൃതത്തിൽ സാഹിത്യ ശിരോമണി ബിരുദമുള്ള ആളാണ്. അതേ സമയത്ത് അദ്ദേഹം നല്ല ഇംഗ്ലീഷ് നന്നായി ഹിന്ദുവിന്റെ കറസ്പോണ്ടന്റ് ആയിരുന്ന ആളാണ്. ഗുരുവായൂര് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയും, ഹിന്ദി അറിയും, 2-3 ഭാഷകളൊക്കെ അറിയുന്ന മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു, കറസ്പോണ്ടന്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ജയിലു വരുന്നത്. അപ്പോ ആ CG നായരുടെ ആഭിമുഖ്യത്തിലാണ് ശരിക്ക് ഹിന്ദു മത സംസ്കാര സമ്മേളനം തുടങ്ങുന്നത്. ഈ മതഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ, ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. അതെ, മതഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ്. മതഗ്രന്ഥശാലയാണ് ആ സാംസ്കാരിക മുഖം ശരിക്കും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മതഗ്രന്ഥശാലയാണ്. CG നായരാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ മാനേജർ കൊല്ലത്ത് മാധവമേനോൻ. ഈ മാധവമേനോനെ അറിയാൻ എളുപ്പ വഴി അദ്ദേഹത്തിന്റെ മകനാണ് ഗോവിന്ദൻകുട്ടി ശത്രുഘ്നൻ എന്ന പേരിൽ കഥയൊക്കെ എഴുതുന്ന ആളുകൾ. ആ ശത്രുഘ്നൻ ഈ മാധവന്റെ ഞാൻ നല്ലോണം അറിയും, നന്നായി സംസാരിച്ചു പിടിച്ചിട്ടുള്ള ആളാണ്. അപ്പോ 47 ഏതോ കൊല്ലം സ്വാമിക്ക് ഓർമ്മയുണ്ടായിരുന്നത് സംസ്കാര സമ്മേളനം തുടങ്ങിയത് കൊല്ലം 48 ശ്രീകൃഷ്ണ തിയേറ്ററിൽ വെച്ചിട്ട് നമ്മുടെ മാധവി ബിൽഡിംഗ്സ് ഒക്കെ എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ടോക്കീസ് അവിടെ വെച്ചിട്ടായിരുന്നു സമ്മേളനം. ആ ഹിന്ദുമത സംസ്കാര സമ്മേളനം 3 ദിവസം നടന്നിരുന്നു. അതിലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാര് വന്നിരുന്നു എന്നുള്ളതാണ് കാര്യം. ധാരാളം ആളുകളും വരാറുണ്ട്. ഭാരതീയമായ വേദാന്ത ശാസ്ത്ര മുഴുവൻ, അതായത് വേദങ്ങളെ പ്രതിപാദിക്കുന്ന സമ്മേളനങ്ങൾ, ഉപനിഷത്തുകൾക്കുള്ള സമ്മേളനങ്ങൾ, മീമാംസകൾക്ക്, തർക്കം, വ്യാകരണം, ഛന്ദസ്, ഇങ്ങനെ ഭാരതീയമായ വേദാന്ത ചിന്തയിലെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന
സമ്മേളനങ്ങൾ 3 ദിവസമായിട്ട് 17 കൊല്ലക്കാലം നടന്നു എന്നതാണ്. 64 വരെ ഉണ്ടായി. അതെ, അതിപ്പോ ഈ ജവഹർലാൽ നെഹ്റു മരിച്ച ദിവസം സാധാരണ ഈ വൈശാഖ കാലത്ത് നടക്കുക. ആ വൈശാഖ കാലത്താണ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം പങ്കെടുക്കാൻ പറ്റുന്ന കാര്യം. ഞാൻ അന്ന് ഇത് തുടങ്ങുന്ന കാലത്തൊന്നും ഞാൻ ഇവിടെ അല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് കുന്നമംഗലം ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കാലത്ത് തുടങ്ങിയ കാലം മുതൽ അവസാനിക്കുന്ന കാലം വരെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചത് കാരണം എന്താ വെച്ചാൽ വെക്കേഷൻ കാലത്തായിരുന്നു. അങ്ങനെ വെക്കേഷൻ കാലത്ത് ഈ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത അനുഭവമുണ്ട്. അന്ന് ഏറ്റവും അധികം ആളുകൾ വരാറുള്ള സമ്മേളനം ആരെന്ന് ചോദിച്ചാൽ അഴീക്കോട് മാഷിന്റെ. അതുപോലെ അഴീക്കോട് മാഷിക്ക് അന്ന് 23-24 വയസ്സ് പ്രായമാണ്. 24 കഴിഞ്ഞു. അപ്പോ മാഷിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളിലെ ഈശ്വരൻ എന്നൊരു വിഷയമാണ് മാഷ് കൊടുക്കാറ്. ഉപനിഷത്തുകളിലെ ഈശ്വരൻ. മാഷ് പ്രസംഗം തുടങ്ങി കഴിഞ്ഞാൽ ആ ഹോളും നിറയും. ശ്രീകൃഷ്ണ ഓഫീസിന്റെ പിന്നെ സത്ര ഹാളിലേക്കായി സത്ര ഹാളിലും നിറയും. നിറഞ്ഞ കാര്യം പുറത്തേക്ക് ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരും. അങ്ങനെ ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫിഗറായിരുന്നു അന്ന് അഴീക്കോട് മാഷ് എന്നുള്ളത് ഇപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കില്ല. അങ്ങനെ അന്നാണ് അഴീക്കോട് മാഷോടുള്ള ആ ഒരു സ്നേഹ ബഹുമാനമൊക്കെ തുടങ്ങി. പിന്നെ അദ്ദേഹത്തെ ഒരു വലിയ മിത്രമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അഴീക്കോട് മാഷ് മാത്രമല്ല ഒരു പഞ്ചാബ് കേസയിൽ വരാറുണ്ട്. ഒരു ദുരസ്വാമി ഒക്കെ ഓർമ്മയിലുണ്ട്. ദുരസ്വാമിയൊക്കെ എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കുന്ന ആളാണ്. ചെറിയ ചെറിയ വാക്യങ്ങളായിട്ട് സേറസ് രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്, മഹാകവി വള്ളത്തോട് വന്നിട്ട്, കുഞ്ഞരാമൻ നായർ വന്നിട്ടുണ്ട്, ശങ്കരൻകുറുപ്പ് മാഷ് വന്നിട്ടുണ്ട്. ശങ്കരൻകുറുപ്പ് മാഷ് വന്ന അവസരത്തിൽ ഒരു കാര്യം സ്വാമിക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ ഈ ശാന്ത സ്റ്റോളിലെ ലോനയില്ലേ, ലോന പേര് പഴയ ലോന ശങ്കരൻകുറുപ്പ് മാഷ് ഇതിലെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെ എന്തോ ഒരു സംഗതി കുറിപ്പ് എഴുതി കൊടുത്തു. ശങ്കരൻകുറുപ്പ് മാഷ് അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് മാഷ് പ്രസംഗിക്കേണ്ടായത്. അപ്പൊ എൻ്റെ ഓർമ്മയിലുള്ള കാര്യം. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കുട്ടികളല്ലേ. കുട്ടികൾ വെച്ചാൽ ഒരു 20-22 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ തന്നെയല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കണ കാരണം ഇതിൻ്റെയൊക്കെ ഇടയിൽ ചെന്നിട്ട് ഇവരുടെയൊക്കെ മനസ്സ് എടുക്കാൻ അറിയാതെ മനസ്സ് ഞങ്ങളിലേക്ക് ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെയാണ് ഈ അഴീക്കോട് മാഷിന്റെ പ്രസംഗത്തിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒരിക്കൽ അഴീക്കോട് മാഷ് പ്രസംഗിക്കുന്നത് അങ്ങനെ ഈ കോപനത്തിങ്കൾ കിടാവോ നല്ല കോപടത്താമര എന്നുള്ള വരിയുണ്ടല്ലോ. ആ വരി എഴുതിയിട്ട് മാഷ് പറയാണ്, ഈ വരിയിലൂടെ ഇരയമ്മൻ തമ്പി ആകാശവും ഭൂമിയും കൂട്ടിയിണങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സുഖം കേൾക്കാൻ വളരെ സുഖമാണ്. അത് കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഈ അന്ന് ഉള്ളാട്ടിൽ പോയി നോക്കിയായിരുന്നു. അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളാട്ടിൽ പോയി നോക്കിയാൽ KK രാജാവ് എനിക്കൊരു ആളുകളുണ്ട്. അപ്പൊ KK രാജാവ് ഹൈക്കോടതി മാഷ് KK രാജ കവി ആയിട്ടുള്ള അധ്യാപകനും കവിയായിട്ടുള്ളതാണ് KK രാജാവ്. അദ്ദേഹം ഈ മറവിതൻ മാറാപ്പെടുക്കാൻ മാത്രം മറവി പറ്റാറില്ല എനിക്കെന്ന് എഴുതിയ ആളാണ്. അങ്ങനെയുള്ള കവിയാണ്. അപ്പൊ അദ്ദേഹം ചെന്ന് കുമാർ അഴീക്കോടിനോട് ചോദിക്കാണ്, എടോ താൻ എന്താ പോയി പറഞ്ഞത്? ഓമനത്തിങ്ങൾക്കിടാവും കോമളത്താമര പോവോ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ആകാശം കൂട്ടിയിണക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? അത് മാഷേ പ്രസംഗപീഠത്തിലാകുമ്പോൾ ചിലർക്ക് തോന്നുകയാണ് പറയും, അതിന് നീതിയൊന്നുമില്ല പറഞ്ഞതല്ല ഓർമ്മ. പിന്നെ അത് വല്ലാത്തൊരു സമ്മേളനമായിരുന്നു. യാതൊരു മുണ്ടശ്ശേരി മാഷുണ്ടായിരുന്നു. ആദ്യത്തെ മാഷുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അച്ചൂർ കൃഷ്ണൻ പിഷാരടി ഉണ്ടാവാറുണ്ട്, K വാസുദേവൻ മോശം ഉണ്ടാവാറുണ്ട്, KP നാരായണൻ പിഷാരടി, PC വാസുദേവനിടയത്, പിന്നെ ഇങ്ങനെ കുറേ പണ്ഡിതന്മാരുടെ നിരയാണ്. ഒരു മധുസൂദനൻ തങ്ങൾ, മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ. തങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമല്ല, അവരങ്ങനെ തങ്ങളോട് താരപ്പേരാ തോന്നുന്നത്. മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ അദ്ദേഹം ഈ ആധ്യാത്മിക വിഷയത്തിൽ നല്ല പട്ടപ്പൂർ രാജരാജമാണ്. ഏത് വിഷയം ചോദിച്ചാലും അവർക്ക് കിട്ടും. ഈ ഭാരതീയമായിട്ടുള്ള അങ്ങനെയുള്ള പണ്ഡിതന്മാരായിരിക്കും. അതായത് അല്ലാണ്ട് ഈ ബിനാമിനുകളെ പോലെ അല്പ വെളിച്ചം കൂടെ നടക്കുന്ന ആളുകളായിരുന്നില്ല അവരൊക്കെ. എന്ത് സംശയം ചോദിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ഉത്തരം കിട്ടുന്ന ആളുകളായിരുന്നു. ബ്രിട്ടീഷുമാരായിരുന്നു.
ബ്രിട്ടീഷ് ആചാരം വന്നിട്ട് ഗംഭീരമായിട്ടുള്ളൊരു വാദപ്രതിവാദം തന്നെ ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ബ്രിട്ടീഷന്മാരുടെ ഭാരത പര്യടനം എന്ന് പറഞ്ഞ പുസ്തകം കൊണ്ട് കേട്ടിട്ടുണ്ടാവും വിചാരിക്കാം. ഈ വായിക്കേണ്ട പുസ്തകമാണ് എല്ലാവരും ഇട്ടത്. ഈ മഹാഭാരതം എന്ന ആ വ്യാസകൃതിയെ ആധുനിക സമൂഹത്തിന് ഇത്രയും ശക്തിയിൽ പരിചയപ്പെടുത്തിയ ഒരാൾ മാരാരാണ്. ആ മാരാരുടെ ഭാരത പര്യടനം എന്നുള്ള പുസ്തകം വായിക്കേണ്ടതാണ്. ചില അപ്രിയ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഒരു മാരാര്, അത് വേറെ കാര്യം. അതില് ഈ നേഷേ ബലസ് ചെയ്ത് ചരയത് അധർമ്മം എന്ന് പറഞ്ഞിട്ടൊരു വാക്യം. നേഷേ ബലസ് ചെയ്ത് ചരയത് അധർമ്മം, അത് മാർക്കാണ്ഡേയ മുനി യുധിഷ്ഠിരനോട് ഉപദേശിക്കുന്നതാണ്. നേഷേ ബലസ്യ ഇതി ചരയത് അധർമ്മം. അപ്പൊ രണ്ട് രീതിയിൽ അർത്ഥം പറയും. അതായത് ബലത്തിനാളാണ് എന്ന് കരുതി അധർമ്മം ചെയ്യരുത്. ഞാൻ ബലവാനാണ് എന്ന് കരുതിയിട്ട് അധർമ്മം ചെയ്യരുത്. ഞാൻ ബലവാനല്ല എന്ന് കരുതിയിട്ട് അധർമ്മം ചെയ്യാം എന്നാണ് ബ്രിട്ടീഷുമാരെ വ്യാഖ്യാനിച്ചത്. അത് ഇവിടെ ഗംഭീരമായ ചർച്ചയ്ക്ക് വിഷയമായി. രണ്ട് ചേരിയായി. കുമാർ അഴിക്കോടും ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്തായിരുന്നു. മാരാരും അധ്യക്ഷനായിരുന്നു. അത് ഗംഭീരമായ ഒരു ചർച്ചായോഗം നടന്ന ഒരു കാര്യം എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ട്. അതാണ് ഇപ്പോഴാ വാക്യം നല്ലോണം കൃത്യമായിട്ട് മനസ്സിൽ നിൽക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അത് ഹിന്ദു സംസ്കാര സമ്മേളനം നിന്ന് പോയി എന്നുള്ളത് ഗുരുവായൂരിൻ്റെ ഒരു ചൈതന്യ ഹാനി സംഭവിച്ച പോലെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് പിന്നീട് പല ആളുകളോട് ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കിയതാണ്. ആ ഹിന്ദു സംസ്കാര സമ്മേളനം വീണ്ടും തുടങ്ങിക്കൂടെ, നമുക്ക് ഗുരുവായൂരിൻ്റെ ഒരു ആധ്യാത്മിക മുഖം ഉണ്ടാവേണ്ടത് ആവശ്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പേടിയാണ് അങ്ങനെ ഒരു യോഗം വീണ്ടും തുടങ്ങാൻ. ഇപ്പോൾ പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയമായ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് അങ്ങനെയൊന്നുമില്ല. ഹിന്ദു സംസ്കാര സമ്മേളനത്തിൽ ആരും വരും, ആരും കേൾക്കാനിരിക്കും. അങ്ങനെ ഒരു ജാതിയുടെ ഒരു പ്രശ്നം തന്നെ അതൊന്നും ചെയ്യാവുന്നതാണ്. പിന്നീട് ഹിന്ദുമത എന്ന് പറയുമ്പോഴാവും ആൾക്കാർക്ക് ഇപ്പൊ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ തന്നെ ആകെ ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ ആകെ വിഷയവും. അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ സ്വഭാവം തന്നെ സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ ആവായിരുന്നു. സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞിട്ടാവായിരുന്നു. അല്ല, അത് എന്തായാലും പലതും പറഞ്ഞു നോക്കിയാൽ ആർക്കും ഉണ്ടായില്ല. ഇപ്പൊ ഇന്നിപ്പോ രാമായണ മാസത്തിന് 3 ദിവസത്തെ സെമിനാർ നടന്നു എന്ന് പറഞ്ഞു. ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. എത്ര നടന്നില്ല ആ സെമിനാർ നടന്നത്. അപ്പൊ അങ്ങനെ സെമിനാർ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. 3 ദിവസം നടത്തിയെന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ പുറത്തെവിടെയും മേൽപ്പത്തോടുകൂടിയും പോലെ ഒരു സ്ഥലത്ത് വെച്ച് കുറെ കൂടി ഒരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് നടത്തുകയായിരുന്നെങ്കിൽ അത് ഇതിന്റെ ഒരു തുടക്കമായിട്ട് വഴി കാണാമായിരുന്നു. അങ്ങനെ ഒന്നും കണ്ടില്ല. ഞാനിപ്പോ അതിനൊക്കെ ഒന്ന് കത്തത്തിന് വായിച്ചപ്പോഴാണ് ഇപ്പൊ 3 ദിവസത്തെ ഇത് നടന്നതാണ്. ദേവസ്ഥന്റെ തന്നെയാണ് ചെയർമാൻ ഉണ്ടായിരുന്നു. ടീ കൊടുത്തല്ലേ ദേവസ്ഥ. പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ കോളേജില് മലയാള സംസ്കൃത വിഭാഗത്തിലെ കുട്ടികളും എല്ലാ കോളേജിലെ കുട്ടികളും ഉണ്ടാവും. ഇതന്നെ വേറൊന്നുമില്ല. അഴീക്കോട് മാഷ അവതരിപ്പിച്ച വിഷയം കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന് പരിഷത്തിലെ ഈശ്വരനാണ്, അതെനിക്കല്ല ഓർമ്മയില്ല. പിന്നെ ഈശാവാസ്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്, മിക്കവാറും പരിഷത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ കഠോപനിഷത്തിലെ ഒരു വിഷയത്തിൽ ശ്രേയസ്സും പ്രേയസ്സും, അത് കഠോപനിഷത്തിന്റെ ഒരു വിഷയം. അതിനെ കുറിച്ച് മാഷ ഗംഭീരായ ലേഖനം. 24 വയസ്സിൽ 25 വയസ്സിൽ അന്ന് അഴിക്കോട് മാഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ലെവലിങ്ങനെ പോയി അങ്ങനെ മാക്സിമത്തിൽ എത്തിയിട്ട് പിന്നെ അത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരും. അതൊരു വാക്കുകളെ കൊണ്ട് അമ്മാനാടല്ലേ. 6 മാസം കൊണ്ട് വർക്ക് ചെയ്യും. ജയരാജ് വാര്യർ ഭംഗിയായിട്ട് വിദേശിക്ക്. അപ്പോ അത് ഈ ശ്രേയസും പ്രേയസും എന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീട് കൊട്ടപ്പേരെടുത്ത് കൊടുക്കേണ്ടായിട്ടുണ്ട് ആ ലേഖനം. അത് ചിലതൊക്കെ അന്ന് ഈ ഹിന്ദു സംസ്കാര സമ്മേളനത്തിൽ നടന്ന പ്രസംഗങ്ങളൊക്കെ സമാഹരിക്കേണ്ടായിട്ടുണ്ട്. സമാഹരിച്ചിട്ട് കുറച്ച് പുസ്തകങ്ങളാക്കിയിട്ടുണ്ട്. അത് ദേവസ്വം ലൈബ്രറിയിൽ ഇപ്പോൾ കാണും കുറച്ച് പുസ്തകങ്ങൾ. ഇപ്പൊ ഈ KP നാരായണ പിഷാരി മാഷ് ആദ്യമായിട്ട് ഈ കൂത്തമ്പലങ്ങളെ കുറിച്ചും കൂത്തനെ കുറിച്ചും ഒക്കെ എഴുതാൻ കാരണം ഈ സമ്മേളനത്തിന് ഒരു വിഷയം മാഷ് കൊടുക്കുകയാണ്. അത് ND കൃഷ്ണവാര്യരും കൂടി ഉണ്ട് ആ വിഷയം കൊടുക്കുന്നതിന്. അദ്ദേഹത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് കൂത്ത് കണ്ട് ഈ കാക്കിയാൽ കൂടെ നടന്ന്
ഗവേഷണം നടത്തി അങ്ങനെയൊക്കെ എഴുതിണ്ടാക്കിയ ലേഖനമാണ് കുത്തും കൂടിയാട്ടവും എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. ക്ഷേത്രകലകൾ എന്നുള്ളൊരു ഇതിൽ കാണാം ആ ലേഖനം. അപ്പം അങ്ങനെ വളരെ എന്താ പറയുക ഗുരുവായൂരിൻ്റെ ഒരു സർഗ ചൈതന്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു മുഖമുണ്ടായത് ആ കാലത്താണ്. മാത്രമല്ല അന്ന് സി ജി നായർ നാടകമൊക്കെ എഴുതണ്ടായിരുന്നു. സി ജി നായർ സ്വന്തമായിട്ട് എഴുതി നാടകത്തിന്റെ പേര് ശാകുന്തളൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി വന്നിട്ടുണ്ടോ? ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ന് ഉപരാഷ്ട്രപതിയാണ് അന്ന് മാത്രമേ ഉള്ളൂ. സി രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്. അദ്ദേഹം മാത്രല്ല, അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിന്റെ തർക്കലിട്ടു. ഇവിടെ ശ്രീകൃഷ്ണ ആ കല്ലവിടെ കുറെ കാലം കിടന്നു. ഇപ്പൊ പക്ഷെ കോളേജ് ഉണ്ടായത് അവിടെ ഇല്ലാന്ന് മാത്രം. ആ കല്ല് എപ്പോഴും ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ പിന്നിൽ കാണും. പോയിട്ടില്ല, അവിടെ എഴുതിയിട്ടിരുന്നു. പോയിട്ടില്ല. ആ കല്ല് അവിടെ ഉണ്ടാവും. അത് ആ മാവിന്റെ അടുത്ത് ആ കല്ല് കാണാറുണ്ട്. രാധാകൃഷ്ണൻ തർക്കലിട്ട് പക്ഷേ ഈ ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള ആ ഒരു ശ്രേയസ് പ്രേയസും തമ്മിൽ എന്ന് പറഞ്ഞാൽ പ്രേയസ് എന്ന് പറഞ്ഞാൽ ലൗകികമായ കാര്യങ്ങളൊക്കെ പ്രേയസാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഈ ശ്രേയസ്. അപ്പോൾ പ്രേയസിന്റെ വിഷയങ്ങൾ ശ്രേയസിന്റെ വിഷയങ്ങൾ, അതാണ് ശ്രേയസും പ്രേയസും. അത് കഠോപനിഷത്തിൽ വരുന്നൊരു വിഷയമാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളാണ് മാഷ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ സാംസ്കാരികമായുള്ള വിഷയങ്ങളായിരിക്കും ചെയ്തിരുന്നത്. എല്ലാ വിഷയത്തിന് പേരിൽ തെരഞ്ഞെടുപ്പിന് ഓർമ്മയിൽ തയ്യി നിൽക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ അത് നല്ലൊരു സുവർണ്ണകാലമായിരുന്നു ഗുരുവായൂരിന്റെ. ആ സുവർണ്ണകാലം ഓർമ്മയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഗുരുവായൂർ ദേവസ്വം തീ പിടിച്ച് അഗ്നിബാധ ഉണ്ടായത് ഏറ്റെടുത്തത് ദേവസ്വം ഏറ്റെടുത്തതൊക്കെ തുടങ്ങി വെച്ചു. നെഹ്റുവിന്റെ മരണം, അതെ, നെഹ്റുവിന്റെ മരണം ഈ സമയത്താണ്. 1964 മെയ് മാസം 25 മരിച്ചത്. അപ്പോ ഇത് എല്ലാം ഷെഡ്യൂൾ ചെയ്തതാണ്. അപ്പൊ അത് വേണ്ട തീരുമാനിച്ചു. ആ കൊല്ലം നടത്തി. ആ കൊല്ലം രണ്ടാമത്തെ ദിവസത്തെയാണത്. അപ്പൊ അന്ന് തൃത്താല കേശവബുദ്ധാറിന്റെ തായ്മ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ വിവരങ്ങൾ നെഹ്റുവിന്റെ. അതോടുകൂടി അന്ന് അത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം 65 പ്ലാൻ ചെയ്തു, നോട്ടീസൊക്കെ അടിച്ചു. പിന്നെ അത് ഉണ്ടായില്ല. പിന്നെ ഉണ്ടായില്ല. പിന്നെ സാഗറില് ഗോപേട്ടൻ ഒരു കൊല്ലം നടത്തി. മറ്റേ സ്വാമീനെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സ്വാമി അല്ല, സഞ്ജീവ് ചൈതന്യ കൊണ്ടുവന്നിട്ട് ഒരു പ്രാവശ്യം നടത്തി. ഹിന്ദുമത സാംസ്കാരിക സമ്മേളനം എന്നാ പേരിട്ട് സാഗറിന്റെ ഹോളില്. അല്ല, അന്നത്തെ ഗുരുവായൂരിനെ കുറിച്ച് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഭൂമിശാസ്ത്രം? മഞ്ഞവാലിന്റെ അപ്പുറത്ത് പാടാ അങ്ങനെ പിന്നെ ഈ ഏകാദശി ദിവസം ഈ യൂണിഫോം ഇട്ടിട്ടുള്ള പോലീസുകാരും സ്കൗട്ടും അമ്പലത്തിനുള്ളിൽ പോയിരുന്നു. അതിന്റെ ഉറപ്പിടയ്ക്ക് ഹൈസ്കൂളിൽ സ്കൗട്ട് പോകും. കുട്ടികൾ സ്കൗട്ടും ഗൈഡ്സും ഉണ്ടല്ലോ. സ്കൗട്ടും ഗൈഡും കുട്ടികളെ ഏകാദശിയുടെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പോകാറുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ യൂണിഫോമിലാണ് പോലീസുകാരും യൂണിഫോം. അത് തിരിച്ചറിയാനാണ്. പിന്നെ അന്ന് എല്ലാവർക്കും കിടക്കാം. അതിന് ഏകാദശി ദിവസമാണ് സർവ സമൂഹത്തിലുള്ള ആളുകൾക്കും കിടക്കാറുണ്ട്. എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. പോലീസുകാർ പോലീസുകാർക്ക് അത് കണ്ണടയ്ക്കാറുണ്ട്. അല്ലാണ്ട് അത് ഔദ്യോഗികമായി പ്രഖ്യാപനം ചെയ്യാം. അല്ല, അന്ന് വരും എല്ലാവരും. സമാധാനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുണ്യാഹുണ്ട്. പഴയ ക്ഷേത്രത്തിന്റെ ശൈലി അതല്ലേ പണ്ടത് തന്നെ. ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങുകളൊന്നും അന്ന് കാര്യമായിട്ട് വെച്ചില്ല. അന്ന് അത്ര വലിയ ബിൽഡിങ്ങൊന്നും ഇല്ല. കഴിക്കാൻ നോക്കിയാൽ നമ്മുടെ PKSS ഉണ്ടായിരുന്നില്ലേ,
ആ, കുറച്ച് സരിത സ്റ്റുഡിയോന്റെ താഴത്തെ ഒരു അതെനിക്ക് ഓർമ്മയില്ല. പിന്നെ കൃഷ്ണനായരുടെ കിണത്ത് കൃഷ്ണനായരുടെ ആ, പറഞ്ഞ അതെ, ഈ മറ്റേ പഞ്ചാരടയിലെ നമ്പ്യാരുടെ കുട്ടിയും പിന്നെ എൻ കൃഷ്ണനായർ തന്നെയല്ലേ ഫോട്ടോപീഡിയ ഉണ്ടായിരുന്ന എൻ കൃഷ്ണനായർ ഫോട്ടോപീഡിയ. അത് അയ്യപ്പനായാലൊന്നും ഇല്ല, അവരൊന്നും ഇല്ല. പടിഞ്ഞാണെങ്കിൽ അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. ഹൈദരാബാദിന്റെ പേടിയുണ്ട്, പാച്ചന്റെ പേടിയൊന്നും ഇല്ല. അന്ന് പാച്ചുണ്ടായിരുന്നു. പാച്ചുണ്ടായിരുന്നു, പറ്റിയായിട്ട് ഓർമ്മയില്ല. പാച്ചന്റെ 2 കടകളായിരുന്നു. ഉദയ ഹോട്ടൽ ഉണ്ടായിരുന്നു, ഒരു ഉദയ ഹോട്ടൽ. പല്ലിശ്ശേരി വാണി ഉണ്ടാവും. ഈ നെഹ്റു ഒക്കെ വന്നപ്പോ എവിടെ താമസിച്ചത്? അങ്ങനെ നെഹ്റു ഗുരുവായൂർ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഒരു പാവർത്തിയാവും. നെഹ്റു കുന്നംകുളത്ത് കഴിഞ്ഞപ്പോ നേരെ പാവർട്ടിക്ക് കേട്ടിട്ടുള്ളത്. അപ്പൊ നെഹ്റുവിനെ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരണം, ഗുരുവായൂർക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കുറെ പേര് പോയി അദ്ദേഹം ക്ഷണിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, എന്റെ കൂടെ വന്ന എല്ലാവരും അമ്പലത്തിൽ കിടക്കണം. പിന്നെ ഞാൻ ഈ ഷർട്ട് അടിക്കില്ല. പിന്നെ വേറെന്തൊരു കൂടി പറഞ്ഞു, എനിക്കത് ഓർമ്മ. അങ്ങനെ 3 കാര്യങ്ങൾ, അത് 3 ഇവിടെ അനുവദനീയമല്ല, പറ്റില്ല പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു തുറന്ന ജീപ്പില് കുന്നംകുളത്തുനിന്ന് ഈ അത്താണി വഴി ഇങ്ങനെ മമ്മിയിൽ കൂടെ വന്ന് പാവർട്ടി വന്ന് അവിടെ പറഞ്ഞിട്ട് പലമ്പടിയാണ് ഒന്ന്. പിന്നെ അങ്ങനെ തൃത്തല്ലൂര് മറ്റോ പ്രസംഗിച്ചിട്ടില്ല. തൃത്തല്ലൂര് എനിക്കറിയില്ല. അവിടെ അവരുടെ കൊണ്ട് സംസാരിച്ച് എനിക്കറിയാം. അവിടെ കമലാ നെഹ്റു സ്കൂൾ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ നായർ. പക്ഷെ കാക്കശ്ശേരി ആണ് സ്വദേശം എന്നൊക്കെ പറഞ്ഞു. ഈ കാക്കശ്ശേരി പട്ടേരി എന്ന് പറഞ്ഞൊരാൾ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്താ, ഈ അദ്ദേഹം ഒരു അപൂർവ ജന്മമായിട്ടാണല്ലോ അദ്ദേഹത്തെ കുറിച്ച് പറയാറ്. എന്താ കാരണം വെച്ചാല് ഈ കാക്കശ്ശേരി പട്ടേരി മാഷയുടെ കാക്കശ്ശേരിക്കാരനാണോ? അതില്ലേ മേൽപ്പത്തൂരൊക്കെ പോലെ ഉദ്ദണ്ഡ ശാസ്ത്രികളെ തോൽപ്പിച്ചുള്ള ആളാണ്. ഉദ്ദണ്ഡ ശാസ്ത്രികളെ മേൽപ്പത്തൂരൊക്കെ പോലെ കോഴിക്കോട് തളിയിൽ ക്ഷേത്രത്തിലെ ഈ നടക്കാനുള്ള ഒരു പട്ടത്താനം എന്ന് പറഞ്ഞൊരു സംഘം. പട്ടത്താനം, രേവതി പട്ടം. ഈ ഭട്ടൻ എന്ന സംസ്കൃത വാക്കിന് പണ്ഡിതൻ എന്നർത്ഥമാണ്. അതിന്റെ തദ്ഭവമാണ് പട്ടത്താനം എന്നത്. ഭട്ടദാനാണ് പട്ടത്താനായത്. ആ ഭട്ടന് കൊടുക്കുന്ന ദാനം, അതാണ് പട്ടത്താനം. അപ്പൊ ആ രേവതി പട്ടത്താനത്തിന് വലിയ വാക്യാർത്ഥ സദസ്സ് എന്നാണ് വലിയ സംസ്കൃതത്തിലാവുമ്പോൾ അതിന് ആ വാക്യാർത്ഥ സദസ്സ് നടക്കും. പല വിഷയങ്ങളെ കുറിച്ച് അന്യോന്യം തർക്കിക്കലാണത്. ആ തർക്കിക്കലില് കേരള ബ്രാഹ്മണരെ മുഴുവൻ തോൽപ്പിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ഈ പണക്കിഴി കൊണ്ടുപോകുന്നത് പരദേശിയായിട്ടുള്ള ഉദ്ദണ്ഡ ശാസ്ത്രികൾ. അപ്പോ ഇവർക്ക് വല്ലാത്ത ദുഃഖമായി. മാത്രമല്ല ഉദ്ദണ്ഡ ശാസ്ത്രികളാണെങ്കിൽ ഒറ്റൊരു അഹംഭാവം കൂടിയുള്ള ആളാണ്. എന്താണ് രേരേ ദുഷ്കവിജന വേദാന്ത വനസഞ്ചാരി ഹായാരി ഉദ്ദണ്ഡകേസരി പലായധ്വം പലായധ്വം. കവികളോട് പറയണം, ഓടിക്കോളി എന്നാണ്. പലായധ്വം, പലായനം ചെയ്തോളൂ, പലായനം ചെയ്തോളൂ. രേരേ ദുഷ്കവി പുഞ്ചര, ദുഷ്കവികളാകുന്ന ആനകളെ നിങ്ങൾ ഓടിക്കോളൂ. കേരളീയരുടെ കവികളെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വേദാന്ത വനസഞ്ചാരി, വേദാന്തമാകുന്ന കാട്ടിൽ സഞ്ചരിക്കുന്ന ഉദ്ദണ്ഡ എന്ന കേസരി സിംഹം ഇതാ വരുന്നു, ആനകളെ ഓടിക്കോളിന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശ്ലോകമാണ് ഈ പറഞ്ഞത്. അദ്ദേഹത്തിന് വേറെ ഈ ഭാഷാകവികളോടൊക്കെ വളരെ പുച്ഛാണ് അദ്ദേഹത്തിന്. സംസ്കൃതത്തിൽ എഴുതുന്നവർക്കോട് മാത്രമേ താല്പര്യമുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമുണ്ട്, ഭാഷാകവി നിവഹോയം ദോഷാകരവൽ വിഭാതി ഭുവനതലേ പ്രായേണ വൃത്തഹീന സൂര്യാലോകേ നിരസ്ത ഗോപ്രസര. അതിനർത്ഥം ഭാഷാകവി നിവഹം, നിവഹം കൂട്ടം, ഭാഷാകവികളുടെ കൂട്ടം. ദോഷാകരവൻ, ദോഷാകരൻ വെച്ചാൽ ചന്ദ്രൻ, ദോഷാച്ച രാത്രി, ദോഷാകരൻ രാത്രി ഉണ്ടാക്കുന്നവൻ ചന്ദ്രൻ. ദോഷാകരവൻ, ദോഷാകരനെ പോലെ വിപാതി ശോഭിക്കുന്നു. എന്തായി ദോഷാകരനുള്ള പ്രത്യേകത വെച്ചാൽ, ചന്ദ്രനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ ഭാഷാകവികൾക്കുള്ളത് പ്രായേണ വൃത്തഹീന. ചന്ദ്രൻ എപ്പോഴും ഒത്ത സ്വന്തം ഒരു ദിവസം ഉണ്ടാവുള്ളൂ. പ്രായേണ വൃത്തഹീന, വൃത്തം ഉണ്ടാവില്ലല്ലോ, വട്ടത്തിന് വേണ്ടി ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ ചന്ദ്രൻ.
ഇതുപോലെ തന്നെ ഇവർക്ക് സംസ്കൃതം പുറത്തില്ല. ഇവര് വൃത്തഹീനന്മാരാണ്, ഏതോ ദ്രാവിഡ വൃത്തത്തിൽ എഴുതുന്നവരാണ്. അതുകൊണ്ട് വൃത്തഹീന. സൂര്യാലോകേ, സൂര്യൻ നോക്കുമ്പോൾ ഒരർത്ഥം. സൂര്യൻ നോക്കുമ്പോൾ നിരസ്ത ഗോപ്രസര, ചന്ദ്രനുണ്ടോ പിന്നെ ചൈതന്യം? സൂര്യൻ പൊതിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ചൈതന്യമില്ല. ഇവരുടെ സ്ഥിതിയിൽ എങ്ങനെയാ വെച്ചാൽ ഭാഷാകവികളുടെ കാര്യത്തിലാകുമ്പോൾ സൂര്യകൾ പണ്ഡിതന്മാർ നോക്കിയാൽ സൂര്യാലോകേ നിരസ്ത ഗോ എന്നുള്ളതിന് വാക്ക് നിർത്തുന്നുണ്ട്. ഗോപ്രസര ഒറ്റ വാക്ക് പോലും പറയാൻ കഴിയാത്തവരാണ് പണ്ഡിതന്മാരുടെ മുമ്പിൽ. ഒറ്റ വാക്ക് പോലും പറയാൻ കഴിയാത്തവരാണ് എന്നൊക്കെ മലയാളികളെ അങ്ങേയറ്റം അവമാനിച്ച ആളാണ് ഈ ഉദ്ദണ്ഡശാസ്ത്രികൾ. അപ്പൊ കേരളത്തിലെ ബ്രാഹ്മണരെല്ലാവരും കൂടി തീരുമാനിച്ചു ഇദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഒരു അവതാരം വേണമല്ലോ, മൂകാംബിയെ പോയി ഭരിച്ചു നോക്കിയാണ് കഥ. അങ്ങനെയാണ് ഒരു ഉണ്ണി വന്നത്. ആ ഉണ്ണിക്ക് എന്താ പേര് എന്ന് ചോദിച്ചാൽ ഇപ്പൊ കാക്കശ്ശേരി ഭട്ടതിരി എന്ന് തന്നെ പറയുള്ളൂ. അല്ലാണ്ട് പേര് ചെല്ലു വാസുദേവൻ എന്നാണ് പേരെന്ന് പറയും, വേറെ ചെറുതാണെന്ന് പറയും. വ്യക്തമായിട്ട് രേഖകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായത് ആകെ ഒരു പുസ്തകം മാത്രമാണ് ഉള്ളത്. പശുപതി വാനവിക്രമം എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. അത് മുഴുവൻ കിട്ടിയിട്ടില്ല, പകുതി കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ആകെ ഒരു കൃതി കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം ഈ 3-4 വയസ്സാകുമ്പോഴേക്കും വേദമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നാ പറയുന്നത്. അതിബുദ്ധിയുള്ള ആളാണ്. ഈ വീടിന്റെ മുറ്റത്ത് ഇന്നലെ വന്ന കാക്കയും ഇന്ന് വന്ന കാക്കയും നാളെ വരുന്ന കാക്കയും ഒക്കെ വേർതിരിച്ചറിയുന്ന പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ നമ്പൂതിരിമാരൊക്കെ വേദം ചെല്ലുന്ന സമയത്ത് ഈ കുട്ടി കാട് എന്ന് പറയത്തത്. കാട് എന്ന് വെച്ചാൽ അബദ്ധം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ കാട് എന്ന് പറഞ്ഞ അർത്ഥം ചെല്ലുന്നത് അബദ്ധമാവണമെന്നൊക്കെ പറയത്തത്. എന്തായാലും ആ കുട്ടി 10-12 വയസ്സായപ്പോഴേക്കും സംസ്കൃതത്തിലെ നല്ല പാണ്ഡിത്യമൊക്കെ നേടിക്കഴിഞ്ഞു. അങ്ങനെ ഉദ്ദണ്ഡശാസ്ത്രികൾ നേരിടാനായിട്ട് ഈ കുട്ടിയാണ് പോണത്. അപ്പോ ഈ കുട്ടിയെ കണ്ടപ്പോ ഉദ്ദണ്ഡശാസ്ത്രിയോട് ചോദിച്ചു, ആകാരോ ഹ്രസ്വ കണ്ടപ്പോഴേ, സംസ്കൃതത്തിലാണല്ലോ ആകാരോ ഹ്രസ്വ എന്നതിനർത്ഥം ആകാരം വെച്ചാൽ ആകൃതി, ഹ്രസ്വം വളരെ ചെറുതാണല്ലോ, ചെറിയ കുട്ടിയാണല്ലോ, ആകാരോ ഹ്രസ്വ. അപ്പൊ ഉടനെ ഉണ്ണി പറഞ്ഞു നഹി അല്ല അകാരോ ഹ്രസ്വ ആകാരോ ദീർഘ. മനസ്സിലായ കാര്യം? അപ്പൊ അകാരം എന്ന് പറയുന്നതാണ് ഹ്രസ്വം, ആകാരം എന്ന് പറയുന്നത് ദീർഘമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ തെറ്റി എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ ഉദ്ദണ്ഡശാസ്ത്രികളെ പരാജയപ്പെടുത്തി തുടങ്ങി എന്നാണ് കഥ. അങ്ങനെ ഉദ്ദണ്ഡശാസ്ത്രികൾ ആ കുറി പരാജയം സമ്മതിച്ചു. കിഴി കാക്കശ്ശേരി ഭട്ടതിരി വാങ്ങിയെന്നാണ്. പക്ഷേ ആ ഭട്ടതിരിക്ക് അവസാനം ഉണ്ടായത് എന്താ വെച്ചാൽ, ഭട്ടതിരി പിന്നെ വലിയ പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹം ഈ കുളിക്കില്ല, ഒരു അവധൂതനെ പോലെ ആയിരുന്നു. ഇപ്പൊ കാലത്ത് കുളിക്കില്ല, പല്ല് തേക്കില്ല, സമയത്ത് ഭക്ഷണം കഴിക്കില്ല. ഇങ്ങനെ ഒരു ബ്രാഹ്മണന്റെ ചിട്ടയിലൊന്നും ജീവിക്കാൻ ഇല്ലാണ്ടേ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുക, എന്താണ് അങ്ങ് ഈ ഇങ്ങനെ ഒരു ബ്രാഹ്മണനെ പോലെ ഇതൊന്നും ചെയ്യാതെ സന്ധ്യാവന്തനും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ശോഭയ്ക്ക് മുഴുവൻ ഓർമ്മ വരണില്ല. ഹൃദാകാശേ സദാഭാതി, എന്റെ ഹൃദയമാകുന്ന ആകാശത്തിലെ ജ്ഞാനമാകുന്ന സൂര്യൻ എല്ലായ്പ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ ഞാൻ കഥം സന്ധ്യ ഉപാസ്മഹേ, ഞാൻ എങ്ങനെയാ സന്ധ്യയെ വന്ദിക്കുക? സന്ധ്യ ഉണ്ടാവണില്ല. എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ജ്ഞാനമാകുന്ന സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ അതിനൊരു അസ്തമയം ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സന്ധ്യാവന്തനം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരെയും കൂടി അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിടാനുണ്ടാവും. പറഞ്ഞു വിട്ടു, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് അവര് ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിനോട്. അപ്പോൾ സംശയം ചോദിക്കാവുന്ന ആൾ അദ്ദേഹമാണ്. ആപതി കിം കരണീയം? ചോദ്യം, ആപത്ത് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പ്രസിദ്ധായ ശ്ലോകമാണല്ലോ. കരണീയം മരണയുഗളം അമ്പായ മരണയുഗളം കരണീയം. അമ്മയെ ശരണം പ്രാപിച്ചോളൂ, അതിന്റെ അമ്മയുടെ കാര്യം പിടിച്ചോളൂ. ആദ്യം പറയാതെ ഗുരുവായൂരപ്പനെ കാര്യം മുറുക്കി പിടിച്ചോളൂ എന്ന് പറയില്ല. അതിന് മരണീയം ചരണയുഗളം അമ്പായ. അപ്പൊ ചോദ്യം, തൻ സ്മരണം കിം കുരുതേ, അതുകൊണ്ട് എന്താ ഗുണം? ബ്രഹ്മാദീനഭിജ കിങ്കരീം കുരുതേ, ബ്രഹ്മാവിനെ പോലും കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ അദ്ദേഹം ഉപദേശിച്ചു. പിന്നെ അദ്ദേഹം
പോയി അദ്ദേഹം എന്താ കിഡ്നി വളർത്തി വെച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതിന് മുഴുവൻ അറിയില്ല. കാരണം അദ്ദേഹം പോയി അദ്ദേഹത്തിന് അന്ത്യം ബില്ലിംഗ് ആണെങ്കിൽ ട്രാൻസ്ഫർ ആവും. പക്ഷെ ട്രാൻസ്ഫർ ആയാൽ എന്താ ദോഷം ഉണ്ടാവുന്ന വെച്ചാൽ ആ സ്കൂളിൽ ജൂനിയർ മോസ്റ്റ് ആയിരിക്കും, ആ സീനിയോറിറ്റി കൂട്ടാം. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ വീട്ടിലാരില്ലാതെ വന്നപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മ പിന്നെ എൻ്റെ പ്രദേശക്കാടി പറഞ്ഞ ജോലിയാണ്. അപ്പോൾ അവർക്ക് ആർക്കും വരാൻ പറ്റില്ല. അപ്പോൾ അവരെ അമ്മയ്ക്ക് വേണ്ടിയില്ല. നാരായണാലയായിട്ടുള്ള ബന്ധം അവിടുന്നാണ് ഞാൻ ഈ അധ്യാത്മിക രംഗത്തേക്ക് വരുന്നത്. നാരായണ കുമ്പിളിമാഷാണ് ശരിക്ക്. കുമ്പിളിമാഷ ഓർമ്മയുണ്ടാവില്ലേ? കുമ്പിളിമാഷും മറക്കാൻ വയ്യാത്ത ആളാണ്. അതെ, കുമ്പിളിമാഷാണ്. ഒരു ദിവസം ഞങ്ങൾ ഒരു കുമ്പിളിമാഷിന്റെ വലിയ സുഹൃത്താണ്. എനിക്ക് വലിയ ആരാധനയാണ് അദ്ദേഹത്തെ കുറിച്ച്. ആ ഭാഷ മക്കളൊക്കെ വല്ല ഓർമ്മയുണ്ടാവും. ഇപ്പൊ രണ്ടു കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷെ എനിക്കിപ്പോ വേറെബോട്ട്സ് ഒന്നും അറിയില്ല. എവിടെയുണ്ട്? അതെയോ? എവിടെയാ? പാലക്കാട്. പിന്നെ പെൺകുട്ടി ഉണ്ടല്ലോ, ശ്രീദേവി. ശ്രീദേവി എവിടെ? അവിടെ ഇല്ല. ഈ കുമ്പളി ഇല്ലത്തെ കൊളപ്പാറയുണ്ട് അല്ലേ? പഴയൊരു ഓർമ്മയാണ്. കുമ്പളി ഭാഷ എന്റെ അച്ഛൻ്റെ അടുത്ത് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. പറഞ്ഞു എനിക്കറിയാം. കുമ്പളി ഭാഷ തൊട്ടിയാൽ ഒരിക്കൽ ട്രഡീഷണൽ ഈ കുമ്പളി ഭാഷയോട് കൂടി ഞാൻ നാരായണാലയത്തിൽ പോയതാണ്. അങ്ങനെ കുമ്പളി ഭാഷയെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഞ്ഞ തിരുമേനി എന്തോ നിമിത്തം പോലെ ഈ ആ ഭാഗവതത്തിന്റെ ശ്രീധരീയ വ്യാഖ്യാനമുണ്ട്. അത് 3 വോളിയായിട്ടൊന്ന് പബ്ലിഷ് തമിഴ്നാടുണ്ടാവും. അത് 3 വോളിയും കൂടിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് വായിക്കുക, മുഴുവൻ വായിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ട് ഒരു അതുണ്ടായ അനുഭവം എന്താ വെച്ചാൽ അത് ലേഖനമായിട്ട് എഴുതാൻ. അപ്പം എനിക്ക് വളരെ വിഷമം തോന്നി. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ഞാൻ മെനക്കെട്ടു. ഒരു 6 മാസം കൊണ്ടാണ് ഞാനത് വായിച്ചെത്തിച്ചത്. എന്നിട്ട് ഞാനൊന്ന് എഴുതി കൊണ്ടുകൊടുത്തു. അത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ മലയാളം പത്രം, ആ പത്രത്തിൽ അന്ന് അത് വരികയും ചെയ്യണ്ടായി. അത് എൻ്റെ അടുത്തൊന്നും ഇല്ല, ഇപ്പോൾ തിരുമേനിയുടെ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ തിരുമേനിയുടെ ഗുരുവായൂരപ്പൻ മാസികയിൽ എഴുതാൻ മുതലായതൊക്കെ തുടങ്ങി. പുസ്തകങ്ങൾ വന്നാൽ എനിക്ക് പുറത്തായിരിക്കും. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ എഴുതും. അങ്ങനെ വായിച്ചു, പഠിച്ചു. അങ്ങനെ ആ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതും ശരിയാണ്. കുമ്പളി മാഷ് അതിന് കാരണക്കാരനായത് കുമ്പളി മാഷാണ്. കുമ്പളി മാഷാണ് ജീവിതത്തിൽ നമ്മളെ വഴി തിരിച്ചു വിട്ട ഒരു മഹാനായ മനുഷ്യൻ എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. ഈ മറ്റു സംശയം വായനാ ദിനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പണിക്കരുടെ പിറന്നാൾ ദിവസമാണ്. അവിടെ സംശയം അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ് വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ചരമദിനം. എന്നാ ചരമദിനം അന്നാണ്. അപ്പൊ ഈ വായന എന്ന് പറഞ്ഞ സമ്പ്രദായം തുടങ്ങിയത് ആദികാവ്യം എന്ന് പറഞ്ഞ രാമായണമാണ്. വാൽമീകി. ഇപ്പൊ വാൽമീകി രാമായണം എഴുതിയ മുതൽക്ക് വായന തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അപ്പൊ ഈ പണിക്കരൊക്കെ ജനിക്കണമെങ്കിൽ എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പണിക്കർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലൈബ്രറിയുടെ സിസ്റ്റം കൊണ്ടുവന്നു. പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ട് വീടുകളിൽ കൊടുത്ത് ആൾക്കാർ വായിക്കാനൊരു പ്രോത്സാഹനം ചെയ്തു. അപ്പൊ വാസ്തവത്തിൽ വായനാ ദിനം എന്ന് പറയുന്നത് നമ്മളിപ്പോ രാമായണം വായിക്കണത് എല്ലാ കാലത്തും വായിക്കേണ്ടതാണ്. പക്ഷെ എങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് കർക്കിടക മാസത്തിലാണ്. അപ്പൊ കർക്കിടക 1-ാം തീയതി ഒരു വായന ദിനാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചരമദിനം ആഘോഷിക്കും. അദ്ദേഹം വലിയ മെനക്കെട്ടുണ്ട്. കാരണം ഈ പുസ്തകങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടു കൊടുത്തിട്ട് ആൾക്കാരെ വായിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. സിസ്റ്റം കൊണ്ടുവന്നത് അദ്ദേഹം തോന്നുന്നുണ്ട്. എന്തായാലും അതേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കേരളത്തില് അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ നടന്ന ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളെ കൂട്ടിയിണക്കി ഗ്രന്ഥശാല സ്ഥാപിച്ച് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി വായനശാലാ ദിനം എന്നാക്കാം അദ്ദേഹത്തിന്റെ. വായനാ ദിനം എന്ന് പറയുന്നത് കർക്കിടക മാസം ഈ കർക്കിടകത്തിന് വായന തുടങ്ങിയപ്പോഴല്ലേ അല്ല, അതെ എങ്കിലൊരു ദിവസം വേണമല്ലോ. രാമായണം എല്ലാ ദിവസവും രാമായണം വായിക്കാം. അത് വേണ്ടതാണ്. പക്ഷെ അതിനൊരു ദിവസം
ഒരു ആരോ ചെയർമാനായിരുന്ന കാലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പൊക്കിപ്പടിയല്ല, അല്ലെങ്കിൽ ബന്ധമുണ്ടായിരുന്നു. പത്രാധിപ സമിതിയായിട്ടല്ല ബന്ധമുണ്ടായിരുന്നു. കാട്ടുമാട്ടായാലും ഞാൻ ഇപ്പൊ ഒരു ഒന്നാമത് ഉണ്ടാവാറുണ്ട്. അതായത് മാഷെ എനിക്കൊരു ഓർമ്മ, അക്കിത്തം വയ്യാതായപ്പോ അക്കിത്താണ് കവിതകൾ നോക്കിയിരുന്നത്. അക്കിത്തമ്പുരാണ് കവിതകൾ നോക്കിയത്. അദ്ദേഹത്തിന് വരാൻ വയ്യാത്ത ബുദ്ധിമുട്ടൊക്കെ ആയപ്പോ അദ്ദേഹം വരാൻ കവിതകൾ കൊണ്ടുപോയി നോക്കാനുള്ള ഒരു സംവിധാനം ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ കൊണ്ടുകൊടുക്കലൊക്കെ കുറച്ച് ദിവസം ഉണ്ടായി. അതും പിന്നെ വാങ്ങിക്കൊണ്ട് രണ്ടാമത് പോകണം. അപ്പൊ അങ്ങനെ അന്ന് മാഷോട് ഞാൻ പരിശോധിക്കാൻ പറ്റും. അങ്ങനെ മാഷ് കവിതകളെ മാഷ് പരിശോധിച്ച് കൊടുക്കാം. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാനല്ല, ആക്കിയതാണ്. അത്ര എനിക്ക് അറിയുള്ളൂ. ഞാനൊന്നും അങ്ങനെ ആവശ്യപ്പെടാൻ. അങ്ങനെയാണ്. പിന്നെ മാഷത് പത്രാധിപ സമിതിയിൽ അംഗമായി അദ്ദേഹം. അങ്ങനെയാണ്. അന്നത്തെ പിന്നെ ഗുരുവായൂരിനെ കുറിച്ച് പിന്നുള്ള ഓർമ്മകള് എന്തോ ഗുരുവായൂർ ഭൗതികമായിട്ടുള്ള വളർച്ചയല്ലേ ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ഏറ്റവും അധികം ഭൗതികമായ വളർച്ച ഉണ്ടായത് PT മോനേഷമാനന്റെ കാലത്താണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബിൽഡിങ്ങുകളുടെ 17 കൊല്ലക്കാലം അദ്ദേഹം ഉണ്ടായിരുന്നത്. 17 കൊല്ലം ഉണ്ടായിട്ടുണ്ട് PT. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും അധികം സംസ്കാര കാര്യങ്ങളോ അഷ്ടമരോടെയാണ് സപ്താഹം, ശങ്കരം ആഘോഷിച്ചു. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന് കരുണാകരനാണെന്ന് ദേവപ്രശ്നം വെച്ച് നോക്കി തച്ചുശാസ്ത്ര പ്രകാരം അതിനെന്തെങ്കിലും അമ്പലം 70 നവംബർ 29 രാത്രി 1970 നവംബർ 29 രാത്രിയാണ് അമ്പലം കത്തിയത്. അപ്പൊ അത് കഴിഞ്ഞ് 5-ാം തീയതി ചപ്പറകാവ് വെച്ചിട്ട് ഗംഭീര മീറ്റിംഗ് ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു ഓൾ കേരള അടിസ്ഥാനത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് സംഭാവനകൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി രൂപീകരിച്ചു. അത് ദേവസ്വം വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് വേണം എന്നൊരു അന്ന് തീരുമാനം വന്നു. അതിൽ കുറെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കളക്ട് ചെയ്തു. ഏതാണ്ട് 26 ലക്ഷം റുപ്യോളം കളക്ട് ചെയ്തു. 25 ലക്ഷം റുപ്യോളം അതിന് ചെലവ് വന്നു. അപ്പോൾ അത് അന്ന് ഈ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു. എന്നാലും വന്നപ്പോൾ ചെയ്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ, പണ്ട് ഗണപതി ക്ഷേത്രം പ്രദർശനം വയ്ക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അങ്ങനെ പോയിട്ട് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചു വരണം. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് ഗണപതി ക്ഷേത്രം പ്രദർശനം വയ്ക്കാവുന്ന തരത്തിലായി. അന്ന് 4 അമ്പലവും ചുറ്റമ്പലവും വെവ്വേറെയായിരുന്നു. 4 അമ്പലം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ വടക്കേ രണ്ട് കിടക്കുമ്പോൾ ആ തൂണുകളില്ലേ, 2 തൂണുകളുണ്ടല്ലോ, അവിടെ തൂണുകളായിരുന്നില്ല, അവിടെ മതിലായിരുന്നു. അങ്ങനെ മതിലായിരുന്നു. അത് ആ മതിലും വിളക്കുമാടത്തിന്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ബാക്കിയുള്ളത് നമ്മൾ വടക്കേടയിൽ പുറത്ത് വലത്ത് ഭാഗത്ത് കുറച്ച് നിലം അങ്ങനെ നിൽക്കണ്ടല്ലോ. വലത്ത് ഭാഗത്ത് നമ്മൾ പുറത്തേക്ക് വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു വലത്ത് ഭാഗത്ത് കുറച്ച് പോകാനൊരു സ്ഥലമുണ്ട്. ചേട്ടാ അവിടെ പോയി തൊഴിൽ വരുന്നത് അതിന്റെ പിന്നിൽ നൃത്തത്തിന് ഇപ്പുറത്ത് അവിടെ അതേപോലെ ചുറ്റുണ്ടായിരുന്നു. അപ്പൊ ഈ വരുന്ന ഇനി തിരക്ക് ഇവിടെ വരും, വർദ്ധിക്കും എന്നുള്ള കണക്കില് അപ്പൊ അത് ആ ചുമര് തട്ടിക്കളഞ്ഞ് 4 അമ്പലം ചുറ്റമ്പലം കൂടി ഒരുമിച്ചാക്കി. അപ്പൊ അത് തച്ചുശാസ്ത്രപ്രകാരം വിധിയുണ്ട്. അപ്പൊ അതിനൊരു ബൗണ്ടറി നിശ്ചയിക്കണം. അപ്പൊ അതിനാണ് ഈ തൂണുകൾ വന്നത്, അലങ്കാര തൂണുകൾ. ഗണപതി അമ്പലം മോൾക്ക് ഇങ്ങനെ വടക്കേട വരെ ഇങ്ങനെ 2 വലിയ തൂണുകൾ ഉണ്ടല്ലോ, അവിടെ കുറച്ചുകൂടി ഉയർന്ന തറയായിരുന്നു. എന്നിട്ട് അപ്പൊ തച്ചുശാസ്ത്രപ്രകാരം ആ ഭാഗം അങ്ങനെ വിരോധത്തിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ആൾക്കാർക്ക് പ്രദർശനം വയ്ക്കാനൊക്കെ അവിടെ നിൽക്കാനൊക്കെ സൗകര്യം കിട്ടും, സ്പേസ് കിട്ടും. അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ ആവാമെന്ന് തീരുമാനിച്ചു. അപ്പൊ കേളപ്പൻ, അന്ന് കേളപ്പനായിരുന്നു എൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഈ മണ്ഡപം താഴ്ത്തിക്കൂടെ. അപ്പൊ അവിടെയും ആൾക്കാർക്ക് ഈ നമസ്കരിക്കലാണ് മണ്ഡപത്തിന്റെ ഉദ്ദേശം. അപ്പൊ അവിടെ ഒന്ന് പൂജാ സമയത്ത് അവിടെ ഒന്ന് നമസ്കരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് പെരുമാറാലോ എന്നും പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഈ സദസ്സെന്ന് ഈ വലിയൊരു സദസ്സിൽ വെച്ചിട്ടായിരുന്നു അവരൊക്കെ കൂടി പറഞ്ഞു അത് പാടില്ല, മണ്ഡപം പൊളിക്കാൻ പറഞ്ഞു കേളപ്പൻ എന്ന് പറഞ്ഞുണ്ടാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഇവിടെ ഭാഗം താഴ്ത്താൻ അങ്ങനെ ചെയ്തൂടെ. അപ്പൊ അവര് സമ്മതിച്ചു ചെയ്യാം, പക്ഷെ വേണ്ട, ഇനിയിപ്പോ ആൾക്കാരെ ഒരു നിമിത്തം പോലെ ആൾക്കാരെ ഒരു നിഷേധം ഉണ്ടായതുകൊണ്ട് അത് മാറ്റണം, അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നിലനിർത്തുണ്ടായി. അല്ലാതെ പൊളിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തറയൊന്നുകൂടി താത്താൻ പറ്റും. NV കൃഷ്ണമാര്, സുകുമാർ അഴീക്കോട്, ഇവര് തമ്മിലുള്ള സാഹിത്യത്തിന്റെ സൃഷ്ടികൾ അല്ലെങ്കിൽ അവരുടെ ദിനചര്യകൾ അതിനെ കുറിച്ചിട്ട് NV കൃഷ്ണമാര് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സർവ്വവ്യാപിയായുള്ള മനുഷ്യനാണ്.
അദ്ദേഹത്തിന് അറിയാത്ത വിഷയമൊന്നും ഇല്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം ക്ഷേത്ര വിശ്വാസത്തിന് എതിരല്ല, ക്ഷേത്രത്തിൽ തൊഴാതിരിക്കൊന്നുമില്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം വലിയൊരു ആധ്യാത്മിക ആളായിട്ട് അറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു തോന്നില്ല എനിക്ക്. അതേസമയത്ത് അഴീക്കോട് മാഷ് അങ്ങനെയല്ല. അഴീക്കോട് മാഷ് ആധ്യാത്മിക മേഖലയിൽ വളരെയേറെ നിഷ്ണാതനായിട്ടുള്ള ഒരാളാണ്. അമ്പലത്തിൽ പോയിട്ടില്ല, ഒരിക്കലും അമ്പലത്തിൽ പോകാറില്ല, ഒരു അമ്പലത്തിൽ പോയിട്ടില്ല, ഗുരുവായൂരൊന്നല്ല ഒരു അമ്പലത്തിൽ പോകാറില്ല. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട് മാഷുകളും എന്താ വെച്ചാൽ ആ ദേഹം മറ്റുള്ളവർ കണ്ടെങ്കിലും എന്നുള്ള പേടിയാണെന്ന് പറയാം. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അത് കാണിക്കാൻ കൊള്ളാത്തതാണോ എന്നുള്ളതുകൊണ്ടാണ് മാഷ് പറയാറുണ്ട്. പക്ഷെ മാഷി ബ്രഹ്മസമാജത്തിന്റെ ഒരു ആലത്തൂരൊരു കേന്ദ്രമായിട്ടൊരു നിന്നുണ്ടല്ലോ. അതാണ് ഒരു സിദ്ധാർത്ഥമൊക്കെ ഉണ്ടല്ലോ, ബ്രഹ്മാനന്ദ ശിവയോഗിയോ ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ആത്മബോധം എന്ന എന്തൊരു കൃതിയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ആളായിട്ടാണ് മാഷ്, വാഗ്ഭടൻ്റെയൊക്കെ ആളായിട്ടാണ് മാഷ് വരുന്നത്. അതുകൊണ്ട് വാഗ്ഭടനൊക്കെ ഇങ്ങനെ ക്ഷേത്രവിശ്വാസിയല്ല. MT വാസുദേവനാരെ കുറിച്ച് ഞാൻ എന്തൊക്കെ പറയാം, ഇതാവില്ലേ. നല്ല കാര്യങ്ങൾ പറയാം. ഞാൻ കോഴിക്കോട് കുന്നമംഗല ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന കാലത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ കോഴിക്കോട് മൂസർ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ വരാം. അല്ല, ഞാൻ അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജുണ്ട്. ആ ട്യൂട്ടോറിയൽ കോളേജിൽ ഞാൻ കാലത്ത് വന്ന് വൈകുന്നേരം വരെ ക്ലാസ് എടുത്ത് പോകാം. അന്ന് അവിടെ MT ക്ലാസ്, ഇവിടെ MT അവിടെ താമസിക്കുന്നുണ്ട്. അതിന് മുകളിൽ ആ ട്യൂട്ടോറിയൽ കോളേജിൽ മുകളിൽ താമസിക്കുന്നുണ്ട്. അന്ന് ഒരു പ്രമീള എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന സ്ത്രീയുണ്ട് അവിടെ. അതൊരു കുമാരമേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ചാവക്കാട് ഹൈസ്കൂളിൽ ഒന്നുണ്ട് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ മകളാണ് VM പ്രമീള. അപ്പോൾ പ്രമീള ഓർമ്മ പ്രമീള തടിയുള്ള സ്ത്രീയാണ്. അപ്പോൾ കുട്ടികളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ക്ലാസ്സിൽ ഈ ട്യൂട്ടോറിയൽ കോളേജ് മൂസ ട്യൂട്ടോറിയൽ പ്രസിദ്ധമാണ് അന്നത്തെ. ഈ ബോർഡിലൊക്കെ ഒരു ചിത്രം വരച്ച് ഗണപതി ചിത്രം പതിപ്പ് വരച്ച് ഈ പ്രമീളാന്ന് പേരൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെ അവരെ കളിയാക്കാനൊക്കെ ആയിട്ട് ചെയ്യാം. ആ പ്രമേളയാണ് ഈ MT ആദ്യമായിട്ട് വിവാഹം കഴിച്ചതെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ആ പ്രമേള ആ വിവാഹം നടന്നത് പഴനിയിൽ വെച്ചിട്ടാണോ മദ്രാസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. MTയുടെ ഏട്ടനൊരു ഗോവിന്ദാരി മാഷുണ്ട്, അദ്ദേഹത്തെ ഞാൻ നല്ലോണം അറിയും. അദ്ദേഹം ഈ കുന്നമംഗലത്തിൻ്റെ അടുത്ത് കൊടുവള്ളി ഒരു സ്ഥലത്ത് അവിടെ ഹെഡ് മാസ്റ്ററായിരുന്ന ആളാണ്, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഞാൻ ഈ പ്രത്യേകിക്കാൻ നടക്കുന്ന ചെയ്യാനുള്ളത് കൊണ്ട് എനിക്ക് ഹൈസ്കൂളിലൊക്കെ പോകാറുണ്ട്. ലോക്കലായിട്ടുള്ള എല്ലാ സ്കൂളിലേക്കും പോകണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദാരി മാഷെ ഞാൻ നല്ലോണം അറിയും MTയുടെ. പിന്നെ MTയുടെ ഈ കഥകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ആദ്യം തർജ്ജമ ചെയ്ത് തുടങ്ങിയത് പ്രമീളയായി. പ്രമീളയ്ക്ക് നല്ല കുട്ടിയാണ്. നല്ല ആ പ്രമീളയുടെ മകളാണ് സിത്താര എന്ന് പറഞ്ഞ കുട്ടിയുടെ മകൾ. പിന്നീട് അവർ ഡൈവോഴ്സ് ചെയ്യുക. അതുകൊണ്ട് പ്രമീളത്തായി മരിച്ചിരിക്കണം പരിചയ പ്രമീള. അതിനുശേഷമാണ് പിന്നെ MT കല്യാണം കഴിച്ചത് സരസ്വതി ഡാൻസ് ടീച്ചറായിരുന്നു. ഈ സിത്താരയുടെ ഡാൻസ് ടീച്ചറായിട്ട് വന്നിട്ടാണ് സരസ്വതി. ഗുരുവായൂരിനകത്തെ തിരക്ക് ഏത് കാലഘട്ടത്തിലായിരുന്നു? ശബരിമല കൊടുങ്ങല്ലൂരാണോ കൊടുങ്ങല്ലൂർ കാലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ കാലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പളനി ആൾക്കാർ വന്നൊരു ഓർമ്മയില്ല. അത് നാട്ടുപുറത്തൊക്കെ വന്നിരുന്ന ഒരു ഓർമ്മയുണ്ട്. കാവടിക്കാരായിട്ട് പാനക പൂജയൊക്കെ നടത്തിയുള്ള ഒരു ഓർമ്മ എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ചെയ്തുള്ള ഒരു ഓർമ്മ. അല്ല, ഈ പാനക പൂജ ഈ കാവടിക്കാർ അവിടെ വന്നിട്ട് അവർ താമസിക്കും. അന്ന് രാത്രി അവർക്ക് ഭക്ഷണം കൊടുക്കണം. പാനക പൂജ ഉണ്ടാവും. ഒരാൾ തുള്ളും. ഇപ്പൊ ഈ പീരിക്കെട്ടാണ് കഴിഞ്ഞിട്ടുണ്ടാവുക. തുള്ളുമ്പോൾ പീരിക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളി കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് തന്നെ ചെയ്തൊരു ഓർമ്മ എനിക്ക്. അതേപോലെ തന്നെ ഈ ശബരിമലയ്ക്ക് പോണ അന്ന് ഇത്ര സാധാരണയായിട്ട് ആളുകൾ പോകുന്ന ഏർപ്പാടൊന്നും ഇല്ലല്ലോ. അന്ന് ഈ കാട്ടിലൂടെ എല്ലാം പോകണേ ശബരിമലയ്ക്ക്. അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ചില ആളുകൾ എന്താ പറയാ കരയാത്തല്ല നിത്യപിണ്ടം വെച്ചിട്ടെന്നൊക്കെ പറയില്ല. അങ്ങനെ അവര് ശൈലി ഇതായിരുന്നു. അങ്ങനെ ഈ അവിടെ പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഈ കെട്ട് കാര്യം പറഞ്ഞിട്ട് ഒരു കൂട്ടരുണ്ട്.
അവിടെ ചേലൂര് നിങ്ങളുടെ അവിടെ അടുത്ത് ചേലൂര് എന്നൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ അവിടെ താമസിക്കുന്ന കുറച്ച് ആളുകൾ പറക്കാതെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ആളുകളുണ്ട്. അവർ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു കോമരും കുറച്ച് ആളുകൾ കൂടിയിട്ട് വീടുകളിൽ ഇങ്ങനെ വരും. വീടുകളിൽ വന്നിട്ട് എന്തായാലും പേര് കെട്ടും കെട്ടുകാരെന്ന് പറയാം. കെട്ടുകാര് കെട്ടുകാരെന്ന് മാത്രമേ പറയാറുള്ളൂ. കെട്ടുകാരുടെ വരവുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ തന്നെയാണ്. വീട്ടിൽ വരും, എന്നിട്ട് നമ്മള് കുഴപ്പം കത്തിച്ച് വെച്ച് പണം വയ്ക്കാൻ തുള്ളി കത്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അക്കിത്തതിനെ കുറിച്ച് എന്തായാലും അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ സാധാരണ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന കവിതകളാണ്. അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ, ഞാൻ 4 വരി ഓർത്താൽ മതിയോ, ഒരു 8 വരി ഓർത്താൽ അദ്ദേഹത്തെ കുറിച്ചായി. ചെലവാക്കുകയില്ല. ഉദിക്കയാൾ എന്ന ആത്മാവിൽ 1000 സൗരമണ്ഡലം ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതാണ് അദ്ദേഹത്തിന്റെ ഒരു വർണ്ണനയുണ്ട്. ആന തീറ്റുമ്പോ അതിന്റെ വെച്ചാൽ ആനയുടെ വയറ്റിന്റെ ഉള്ളിൽ 4 പേരുണ്ട്. ഏകാദശിയുടെ ഈ ചന്തയെ പറ്റി പറഞ്ഞല്ലോ, അന്നന്ന് ധാരാളം പുസ്തകങ്ങള് കവളപ്പാറ കൊമ്പൻ, പിന്നെ ശാരദാമ്മ കൊലക്കേസ് അങ്ങനെ പാടി നടന്നില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയില്ല കവളപ്പാറ കൊമ്പന്റെ ചൊവ്വില്ലാത്താനെ ചൊവ്വിലാക്കിയിടുവാൻ ചൊവ്വാഴ്ച രാവിലെ എന്നുറച്ചു. ക്ലാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചൊവ്വാഴ്ച. അത് ചൊവ്വാഴ്ചയായിട്ട് ബുധനാഴ്ചയായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ഒരു മനസ്സിലുണ്ട്. അത് പാടി നടന്നു കിട്ടും. അതുപോലെ ശാരദാമ്മ കൊലക്കേസ് അതും ഇങ്ങനെ പാടിയിട്ട് കിട്ടും. ആ കവിതയൊന്നും അതിലില്ല. ആ പാട്ടിന്റെ രസത്തിൽ ആളുകൾ വാങ്ങിപ്പോ 10 വയസ്സ് അന്ന് പൈസ ഇല്ലല്ലോ. അന്ന് ആരാണെയോ പക്ഷെ പറഞ്ഞു വരാം. അത് ഈ ഓടക്കുള്ളിൽ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവര് വിളിക്കുമ്പോ നല്ല സിനിമാ പാട്ടൊക്കെ പാടും. അപ്പൊ ആൾക്കാർ കുട്ടികളുടെ വിചാരം അതുപോലെ നമുക്ക് ചെയ്യാന്ന. ഇത് കഴിഞ്ഞ് ശബ്ദം തന്നെ ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിനെ വിളിക്കണ അയാൾ വരണം ആദ്യം. റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല ഭാവനയുള്ള കവിയാണ്, അത് സംശയമില്ല. അത് വേണ്ടത്ര മുഴുവനാവുന്നതിന് മുമ്പ് ആൾ പോയി. എന്നാലും ചില നല്ല സർഗസംഗീതം പോലെയുള്ള നല്ല ഒന്നാമതരം ശ്ലോകങ്ങളുള്ള ഒരു സർഗസംഗീതം. കവിത്വത്തെക്കാൾ ഗാനരചന കവിത തന്നെയാണ് നല്ലത്. ഗാനവും നല്ലതാണ്. കവിത ഒത്തിരി കവിതകളുണ്ട്. ലക്ഷമേധം എന്ന് പറഞ്ഞ സർഗസംഗീതം എന്നുള്ളത് ഇവരൊക്കെ ഗുരുവായൂരെ വല്ലപ്പോഴും അങ്ങനെ വലിയ പിന്നെ എനിക്ക് യേശുദാസിനെ കിടത്തണം പറഞ്ഞു സമരം ചെയ്തു. യേശുദാസിനെ അമ്പലത്തിൽ കിടത്തണം പറഞ്ഞു വയനാട് ആ മരിക്കണേന്റെ കുറച്ച് ദിവസം മുമ്പ് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ചോളം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പട്ടേലിന്റെ കവിത എഴുതിയത് വായിച്ചാണ്. അതൊരു സമാഹാരത്തിലുണ്ട്. അത് വയലിലും വയലാറില്ലേ? ഏത് മീൻതൊട്ട പട്ടേല്? ഈ ഭാസ്കരേ ഈ ഭാസ്കരൻ നാരായണത്തിന്റെ 400-ാം വാർഷികത്തിന് ഒരു ഓർമ്മ കവിത താമരശ്ശേരി ശങ്കർ പട്ടേൽപ്പാടിന്റെ അച്ഛൻ മുരളി കൃഷ്ണൻ പട്ടേൽപ്പാട് അദ്ദേഹം കൊണ്ട് ഇത് 2ാം കൂടി ആ പടം എന്നോട് 7 കൂടിയാ പറയില്ലേ ഇവിടെ അയ്യാ ഭഗവതി ഘട്ടിന്റെ അടുത്തുള്ള ഒരു ബിൽഡിംഗ് ഇല്ലേ, ആ ജയശ്രീ ബിൽഡിങ്ങിൽ ഒരു മുറിയിലാണ് അന്ന് താമസിച്ചത്. അപ്പൊ ഇദ്ദേഹം മുരളി 2ാളുണ്ട്. ഞാൻ ഒരാളും കൂടി ചെന്നു, അത് മാഷും കൂടി ചെന്നു സംസാരിച്ചു വരാമെന്നും പറഞ്ഞു. വരാം എന്ന് പറഞ്ഞു. ഞാൻ ഈ മുരളിയും വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പാട്ട് നന്നായി പാടുകയും ചെയ്യും. വരാമെന്ന് പറഞ്ഞു. ആ ദിവസം ചെല്ലുമ്പോൾ കുഞ്ഞിരാമനായി മൂടി പുറത്ത് കിടന്നു പറഞ്ഞാണ് മൂടി പുറത്ത് കിടന്നു.
അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വരാൻ പറ്റുന്നില്ല. എനിക്ക് വരാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വരാനും പറ്റില്ല, ഉറപ്പ്. മുരളി പറയേണ്ടത് അവരോട് പറഞ്ഞതല്ലേ വരാമെന്ന്, അത് എനിക്കിപ്പോൾ എന്തായാലും പറ്റില്ല വരാൻ എന്ന് പറഞ്ഞ് ഒറ്റ കിടപ്പാണ്. അവിടെ ഇരുന്ന് പതുക്കെ ഇടിപ്പിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ കോണിപ്പടി കയറാൻ പറ്റില്ല. വലിയ കോണിപ്പടി കയറാൻ പറ്റില്ല. ഇപ്പോൾ ഹെഡ് മിസ്റ്റേഴ്സാണ്, സുശീല ടീച്ചറാണ്. സുശീല ടീച്ചറാണെങ്കിൽ വേറെ തരം സ്വഭാവക്കാരിയാണ്. അപ്പൊ എന്ത് വേണ്ടി വന്നു വെച്ചാൽ അവസാനം കുഞ്ഞിരാമനാര് വാശി ജയിച്ചു. മോളിന്ന് എല്ലാ പിള്ളേരും താഴത്ത് ഇറക്കി കൊണ്ടുവന്ന് ആ കാർ ഫ്രണ്ടിലും പറ്റുന്നവർക്കൊക്കെ ഇരുത്തിയിട്ട്, അത് കുഞ്ഞിരാമനാർക്ക് കയറാൻ വയ്യാത്തോണ്ടാ പറയുന്നത് അദ്ദേഹത്തിന്. അല്ലാണ്ട് ഇപ്പൊ കപ്പിച്ചു കൂട്ടിയിട്ടല്ല, കയറാൻ വയ്യാത്തോണ്ട് ഞാൻ പറയുന്നത്. രണ്ട് കയറുന്നത് താന്തലിലെത്താൻ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു, ഭംഗിയായി സംസാരിച്ചു ഒക്കെ ചെയ്തു. പിന്നെ എപ്പോൾ കണ്ടാലും ഒന്ന് അടുത്ത് പിടിക്കും, ഒരു തല ഒറ്റ മുട്ടും. അതാണ് മൂപ്പര് സ്നേഹപ്രകടനം. മൂപ്പര് തലയും നമ്മുടെ തലയും കൂടി ഒന്നാണ്. അത് നല്ല സ്നേഹപ്രകടനം. പിന്നെ ഞാൻ കാക്കശ്ശേരി വായനശാലയുടെ വാർഷികത്തിന് കൊണ്ടുപോയിരുന്നു. അന്നൊക്കെ ഇതൊക്കെ അടക്കായി. പക്ഷെ എന്തൊക്കെ അടക്കണ്ടെങ്കിലും ചിലപ്പോൾ മൂപ്പര് മറക്കും, എല്ലാം മറക്കും. ഭാര്യയെ മറക്കും, മകളെ മറക്കും, എല്ലാം മറക്കും, കവിത മാത്രം ഓർക്കും. അങ്ങനെയുള്ള കാര്യമാണ്. എന്നോട് നമ്മുടെ സ്കൂളിലാണ്. അപ്പൊ അന്ന് ഒരു പോൾ വർഗീസാണ് DD ഡയറക്ടർ. അപ്പൊ പോൾ വർഗീസ് ഞാനവിടെ പ്രോഗ്രാം കമ്മിറ്റി കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഒരു ന്യൂയോർക്ക് ആളോട് കൂടിയിട്ട് പറഞ്ഞു, ഞാനെൻ്റെ കൊങ്ങൂർപ്പടി വാസവൻ മാഷുണ്ട്, വാസവൻ അദ്ദേഹം ഞാനുണ്ട്, അദ്ദേഹമുണ്ട്. നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വയലപ്പള്ളി മാഷ വിദ്യാർത്ഥികളില്ല. അപ്പോൾ വയലപ്പള്ളി മാഷെ പറ്റി കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ വളയത് തൊളയത് ഓടാത്ത മനുഷ്യനാണെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അറിയില്ലല്ലോ. പരീക്ഷിക്കാൻ ഞങ്ങൾ പോയി. അപ്പോൾ ദേവസ്വം കോർപ്പറേഷനാണ് താമസിക്കുന്നത്. നീരാഞ്ജലി ഹോളിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കോർപ്പറേഷനാണ് താമസിക്കുന്നത്. നീരാഞ്ജലി ഹോളിലാണ്. അവിടെ ചെന്നു എന്നടിച്ചു. അപ്പോൾ അവിടുന്ന് പേർക്കൊടുത്തിട്ടാണ് വരുന്നത്. ആരാണാവോ ഒരു മീറ്റിംഗ് വിളിക്കാൻ കൊഞ്ചി വരുന്നതാവും. ഇങ്ങനെ പേർക്കൊടുത്തോണ്ട് ആള് വരുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കാണാൻ വന്നതാണ്. എന്താ കാര്യം പറയാം. അതേ എനിക്കവിടെ ഞാൻ പെരി അടുപ്പത്തുണ്ട്, അത് വറ്റും വെള്ളം വറ്റും എന്താ. അപ്പോ സംഗതി പറഞ്ഞു ഇങ്ങനെ ഇതാണ് കാര്യം. അത് നിങ്ങൾ എന്തെങ്കിലും പറയും, അത് കാര്യമില്ല, ഞാൻ പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ പരമാവധി കെഞ്ചി സംസാരിച്ചു, തോന്നി പറ്റില്ല, വരില്ല. അപ്പോൾ എന്ത് സൗകര്യം വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നിങ്ങളിപ്പോൾ പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബുദ്ധിമുട്ടിട്ട് ഞാനാണല്ലോ ഇങ്ങോട്ട് വരേണ്ട കാര്യത്തിന് പറയേണ്ട കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞ ആള് വന്നില്ല. അപ്പൊ ആള് പറയുന്നത് വെച്ചാല് അവിടെ കുറച്ചു നേരം കൊണ്ട് നിന്നാ മതി, മാഷ് വരുന്ന പറയണ. അതെനിക്ക് അറിയുന്നില്ല. അങ്ങനെ പലരും അനുഭവം കുറച്ചു നേരം കൊണ്ട് മാഷ് പോയിട്ട് എനിക്ക് ക്ഷണിക്കാമെന്നൊക്കെ വന്നില്ല. വേറെ അതേ സമയം അതേ ദിവസം വേറെ സ്ഥലത്ത് ലേഖനം വായിച്ചിട്ടില്ല. മാഷ് പോയിട്ട് മെനക്കെട്ടോ എന്തിതാ വന്നില്ല, വേറെ വരില്ല. അല്ല അവിടെ വന്നിട്ട് ഞാൻ മാഷു എന്നെ ഈ പോണില്ല അത് പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാ മാഷ് വരുന്ന. ശരി, അങ്ങനെ കേട്ടിട്ടുണ്ട്. മാഷങ്ങളുടെ അനുഭവം, മാഷ കവിത അത്രയും അതൊരു പല കാര്യങ്ങളും ചെയ്യാൻ അങ്ങനെ വേദിയാണെന്ന് തോന്നി. അങ്ങനെ വേദിയാണ്. പുതൂരുണ്ണീഷനെ കുറിച്ചൊന്നും പുതൂരുണ്ണീഷനില്ല. പുതുണ്ണീഷന്റെ കുറെ കഥകൾക്കും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ധർമ്മ ചക്രത്തുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്, നാഴിക പിടിച്ച് എഴുതിയിട്ടുണ്ട്, പിന്നെ ആട്ടുകെട്ടിൽ നിന്നുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. ആനപ്പകയ്ക്ക് ആനപ്പകയിൽ എനിക്ക് അത് അഭിപ്രായമായി എടുത്തത്. അത് കുറച്ചുകൂടി മുമ്പായി ഇതാ. അപ്പൊ ചിലർക്ക് അതുപോലെ മറ്റേ കഥയുണ്ട്, ആനത്തിനെ കുറിച്ച് തിരുനാമാചാര്യൻ നമുക്ക് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹം ഗുരുമാരാണ്. ഗുരുവായൂരപ്പന്റെ കുഞ്ഞുമാരാണ് ചോദിച്ചാൽ
അറിയില്ല. അധ്വാനിച്ചിട്ട് അധ്വാനത്തിലൂടെ എഴുത്തുകാരനാണ്. അങ്ങനെ ഉള്ളൂരിനെയൊക്കെ പറ്റി പറയുന്നിരുന്നു. ഉള്ളൂരൊക്കെ അങ്ങനെ അധ്വാനത്തിലൂടെ കവിയായി മാറുകയാണ്. നിത്യം കവിത എഴുന്നേൽക്കും. കാലത്ത് എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് ആദ്യത്തെ പണിക്ക് എഴുതണം. ഒരു 10 ഒരു കവിതയിൽ എഴുതാത്ത ദിവസമല്ല. അങ്ങനെ എഴുതി 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 ഭാവനയും ഒക്കെ വന്ന് ആ കവിയാണ്. അല്ലാതെ ആ രീതിയിലാണ് കൂടുതൽ ഉണ്ണികൃഷ്ണൻ ചെറുപ്പട്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലേ. എല്ലാറ്റിലും കൈയിട്ടുള്ളതാണ്. നാടകവും നോവലും കവിതയും പത്രപ്രവർത്തനവും എല്ലാറ്റിലും പോയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒന്നിനും അതിൻ്റെ മാക്സിമത്തിലെത്താൻ പറ്റിയില്ല എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്കൊരു എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ ഒരു നേരമെങ്കിലും ഒന്നും അതുപോലെ വേറെ നല്ല കാര്യങ്ങളും. അത് കൃഷ്ണൻ പൂജിച്ച വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നോ അതോ മാറ്റിയോ അങ്ങനെ അതേപറ്റി അറിയാം. മാറ്റിയതല്ല, കേടുപാട് സംഭവിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാക്കിയിട്ടുണ്ട്. എന്താ മാറ്റിയിട്ടില്ല. ഇടത്ത് കൈ പൊട്ടിയിട്ടുണ്ട്, അത് കെട്ടിയിട്ടുണ്ട്, വെള്ളിയോട് കെട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാറ്റാൻ പറ്റില്ല. അത് ദേവപ്രതിഷ്ഠ കഴിഞ്ഞതാണ്, മാറ്റാൻ പറ്റില്ല. പാതാളാഞ്ജനം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെയല്ലേ സങ്കല്പം. പിന്നെ ചതുർബാഹുവായ വിഷ്ണുവാണ് ഗുരുവായൂർ പ്രതിഷ്ഠ. എല്ലാവരും ശേഷം ശേഷം പറഞ്ഞ് കൊഴുന്നു മാത്രമേ ഉള്ളൂ. വിഷ്ണുവാണ് പ്രതിഷ്ഠ. വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ. അത് അവതാര കൃഷ്ണനായിട്ടാണ്. അപ്പൊ ചതുർബാഹുവായിട്ടാണ് നിന്നത്. അതെ, അങ്ങനെയാണ് ധ്യാനം ഇവിടെ. ചെറിയ കൗസല്യയുടെ മുമ്പില് ദേവകിയുടെ മുമ്പിൽ വ്യത്യസ്തപ്പെടുന്നത് അങ്ങനെയാണ്. ഭാഗത്തിലെ തമർഭുതം ബാലക മുമ്പിൽ ആ ശ്ലോകം അതാണ് ധ്യാനം. എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുന്ന ഗുരുവായൂർ പെരുമാ വെടിവെട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ ഒരു പാരമ്പര്യത്തിലെത്തിയ പരിപാടിയാണ്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന പക്ഷെ നമുക്ക് പല വേദികളിലും കാണാറുണ്ടെങ്കിലും നമുക്കൊരു സ്വകാര്യമായിട്ട് പക്ഷേ ഇത്രയധികം സമയം കിട്ടി. പക്ഷെ വളരെ മനസ്സ് തുറന്ന് ഒരുപാട് സമയങ്ങൾ നമ്മളായിട്ട് സംബന്ധിച്ചു. നമുക്കൊക്കെ എന്നും ഓർക്കാവുന്നൊരു പരിപാടിയായിട്ട് മാറ്റി ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ സംഘാടക പ്രധാന ഗുരുസ്വാമി ഞങ്ങൾക്ക് ഏകദേശത്തിൻ്റെ ഭാരവാഹികൾ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് രാധാകൃഷ്ണ നന്ദി പറയുന്നു. നമസ്കാരം.